ഹലോ എവ്രിവൺ, വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി ക്ലാസ്സസ്. സോ APPയുടെ എക്സാമിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇന്ന് കോൺസ്റ്റിറ്റ്യൂഷനിലെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് MCQs ചെയ്യാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദി ക്ലാസ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the words socialist secular were inserted in the preamble of constitution by which constitutional amendment? ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് പ്രകാരമാണ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന് പറയുന്ന വേർഡ് പ്രിയാമ്പിൾ ആഡ് ചെയ്തിട്ടുള്ളത്? സോ 41st amendment, 42nd amendment, 44th amendment and 24th amendment. സോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് 42nd amendment ആണ്. 42nd amendment എന്ന് പറഞ്ഞാൽ ഒരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ തന്നെ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് അമെൻമെന്റ് ആണ് 42nd amendment. നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സബോർഡിനേറ്റഡ് ആയിരിക്കണം ഫണ്ടമെന്റൽ റൈറ്റ്സ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള അമെൻമെന്റ് ആണ് 42nd amendment എന്ന് പറയുന്നത്. നമുക്ക് അമെൻമെന്റ് ഭാഗം പറയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, then അപ്പോൾ സോ 42nd amendmentലാണ് ഈ പറയുന്ന വേർഡ്സ് സോഷ്യലിസ്റ്റ് സെക്യുലർ എന്ന് പറയുന്ന വേർഡ്സ് പ്രിയാമ്പിൾ ആഡ് ചെയ്തിട്ടുള്ളത്, ഓർത്തിരിക്കുക. Then next question, in which of the following articles of Indian Constitution the right to preserve one's own language, script, culture has been given to the all citizens? So എന്താണ്, അതായത് സോ നമ്മുടെ സ്ക്രിപ്റ്റും ലാംഗ്വേജസും ഒക്കെ പ്രിസർവ് ചെയ്യാനുള്ള റൈറ്റ് അത് ഏത് ആർട്ടിക്കിൾ വഴിയാണ് കൊടുത്തിട്ടുള്ളത്? 29 clause 1 ആർട്ടിക്കിൾ പ്രകാരമാണ് എന്ത് ചെയ്യാം, വൺസ് ഓൺ ലാംഗ്വേജ്, സ്ക്രിപ്റ്റ്, കൾച്ചർ ഇതൊക്കെ നമുക്ക് പ്രിസർവ് ചെയ്യാൻ പറ്റും. Then second, article 21A providing for right to education was inserted in the constitution by, അതായത് റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റ് ഏത് അമെൻമെന്റ് പ്രകാരമാണ് 21A ആഡ് ചെയ്തിട്ടുള്ളത് നോക്കാം. 86th amendment, 42nd amendment, 91st amendment and 92nd amendment. സോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് 86th amendment പ്രകാരമാണ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത് 86th amendment പ്രകാരമാണ്. 21A റൈറ്റ് ടു എഡ്യൂക്കേഷൻ വന്നിട്ടുള്ളത്. സി 86th amendmentൽ 21A മാത്രമല്ല ആഡ് ചെയ്തിട്ടുള്ളത്, ആർട്ടിക്കിൾ 45 ദാറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്ട് സ്റ്റേറ്റ് ടു പ്രൊവൈഡ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ഫോർ ചിൽഡ്രൻ അണ്ടർ ദി ഏജ് ഓഫ് 6 കൊടുത്തിരിക്കണം. അത് എന്താണ്, ഒരു ഡയറക്റ്റീവ്സ് ആണ്, സ്റ്റേറ്റിനുള്ള ഡയറക്റ്റീവ് ആണ് ആർട്ടിക്കിൾ 45 പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ. ദെൻ ആർട്ടിക്കിൾ 51A ക്ലോസ് കെ നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിൽ ഒരു ക്ലോസും കൂടി 86th amendment പ്രകാരം ആഡ് ആക്കിയിട്ടുണ്ട്. മേക്സ് ഇറ്റ് എ ഫണ്ടമെന്റൽ ഡ്യൂട്ടി ഫോർ പേരൻസ് ഓർ ഗാർഡിയൻ ടു പ്രൊവൈഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ഏജ് 6 to 14. അത് അവരുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടിയാണ്. സോ 51 clause A ക്ലോസ് കെയിൽ എന്തുകൂടെ ആദ്യമായിട്ടുണ്ട്, ഒരു ക്ലോസും കൂടി, ഐ മീൻ ക്ലോസ് കെയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ബൈ 86th amendment. ഓക്കെ, ആൻഡ് 91st amendmentum ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു 15% കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം 91st amendment. ഇതെന്ന് പറയുന്നത് സ്ട്രെങ്ത് ഓഫ് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ലോക്സഭയുടെയും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിന്റെയും സ്ട്രെങ്തിന്റെ 15% മാത്രമേ ആകാൻ പാടുള്ളൂ. ടോട്ടൽ നമ്പർ എന്ന് പറയുന്നത് 15% ആയിരിക്കണം ആ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്. അത് 91st amendmentലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ആരുടെയാണ്? കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ. ഓക്കെ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ 15%, അതായത് നമ്മുടെ ലോക്സഭയുടെയും അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയും 15% ആയിരിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ കൺസെപ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വാസ് ടേക്കൺ ഫ്രം. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അതായത് സോഴ്സസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ പഠിക്കും പറയുന്നതാണ്. അപ്പോൾ അതായത് ഏത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഏത് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്? USSR, ഓർക്കുക, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്തിട്ടുള്ളത്. ഇനി ഫണ്ടമെന്റൽ റൈറ്റ് ആണെങ്കിലോ നമ്മൾ US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഫണ്ടമെന്റൽ റൈറ്റ്, ജുഡീഷ്യൽ റിവ്യൂ ഇതൊക്കെ എടുത്തിട്ടുള്ളത് നമ്മൾ ഏതിൽ നിന്നാണ്? US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഇനി കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾ ക്വാസി ഫെഡറൽ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് കേട്ടിട്ടുണ്ടായിരിക്കും. ക്വാസി ഫെഡറൽ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഒരു ക്വാസി ഫെഡറൽ ആണ്. നമ്മൾ ഫെഡറലും ആണ് യൂണിറ്ററിയും ആണ്. സോ ഇവിടെ അത് തന്നെ പറയുന്നത്, അതായത് ഫെഡറൽ വിത്ത് ഒരു സ്ട്രോങ് സെന്റർ, അത് നമ്മൾ എടുത്തിട്ടുള്ളത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓക്കെ, ക്വാസി ഫെഡറൽ ആ ഒരു കൺസെപ്റ്റ് വന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ദെൻ UK കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് വരുവാണെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ് ഇതൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത് എവിടെ നിന്നാണ്? UK നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ രണ്ട് കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക. ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അവിടെ നിന്നാണ് നമ്മൾ എന്തെടുത്തിട്ട് പ്രൊവിഷൻസ്, എമർജൻസി സമയത്തുള്ള നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ് സസ്പെൻഡ് ചെയ്യുന്നില്ലേ, സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ് ഡ്യൂറിങ് എമർജൻസി.
ഓക്കെ, അത് നമ്മൾ എടുത്തിട്ടുള്ളത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നെക്സ്റ്റ് അയർലൻഡിൽ നിന്നാണ് എന്താണ് നമ്മൾ എടുത്തിട്ടുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ, DPSP, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ എടുത്തിട്ടുള്ളത് അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അതുപോലെ തന്നെ ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് എന്തെടുത്തിട്ടുള്ളത്? കൺകറന്റ് ലിസ്റ്റ്. ഇത് ചോദിച്ചിട്ടുള്ളതാണ്, ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ വട്ടത്താണ് മുന്നത്തെയാണെന്ന് അറിയില്ല, മുൻസിഫ് എക്സാമിന്, കേരള മുൻസിഫ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് നമ്മൾ കൺകറന്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത്. ഓക്കെ, കൺകറന്റ് ലിസ്റ്റ്. അതുപോലെ തന്നെ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ജാപ്പനീസ് നിങ്ങൾ ഊഹിച്ചെടുത്തുള്ളത് ജാപ്പനീസ് ആണെന്ന്. ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ നമ്മൾ എടുത്തിട്ടുള്ളത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. സോ ഓർത്തിരിക്കുക, USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എടുത്തിട്ടുള്ളത്. അതുപോലെ USA, നമ്മുടെ US നിന്ന് ഫണ്ടമെന്റൽ റൈറ്റ്, ജുഡീഷ്യൽ റിവ്യൂ, ഇതെല്ലാം US കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് ക്വസി ഫെഡറൽ എന്നൊരു കൺസെപ്റ്റ്, അതായത് ഫെഡറൽ സിസ്റ്റം വിത്ത് സ്ട്രോങ് സെന്റർ. ഓക്കെ, ദെൻ UK യിൽ നിന്നാണ് നമ്മൾ സിംഗിൾ സിറ്റിസൺഷിപ്പ്, പാർലമെന്ററി ഫോം ഓഫ് ഗവൺമെന്റ്, ഇതൊക്കെ UK യിൽ നിന്നാണ്. അതുപോലെ തന്നെ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സസ്പെൻഷൻ ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡ്യൂറിംഗ് എമർജൻസി. ദെൻ അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ DPSP. പിന്നെ നമ്മളത് ഓസ്ട്രേലിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റ്. ദെൻ ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. ഓക്കെ, അറിഞ്ഞിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അതൊക്കെ. സോഴ്സസ് എന്ന് പറയുന്നത്. The next question, in which judgment did the Supreme Court of India uphold the freedom of speech and expression through medium of internet? Important ആണ്, freedom of speech and expression through medium of internet. Through medium of internet. ഇത് ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് നമ്മൾ, അതായത് 19 clause 1 clause A നമ്മൾ പ്രൊട്ടക്റ്റഡ് ആണെന്ന് പറഞ്ഞ കേസ് ഏതാണെന്നാണ്. സോ ഇത് ഓർത്തിരിക്കുക, അനുരാധ ബഷീൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസിലാണ് പറഞ്ഞത്. എന്താണ് 19 clause 1 clause A ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്തുകൊണ്ട് ത്രൂ മീഡിയം ഓഫ് ഇന്റർനെറ്റ് അല്ലെങ്കിൽ ത്രൂ മീഡിയം ഓഫ് ഇന്റർനെറ്റ് വഴി എന്ത് ചെയ്യാം, നമുക്ക് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ ഉള്ള റൈറ്റ് ഉണ്ട്. ഓക്കെ, then arrange the leading cases in order pronounced by Supreme Court by using the code below. Selvi versus State of Kerala, Official Liquidator versus Dayananda, Ayarkoilo versus State of Tamil Nadu, then PA Inamdar versus State of Maharashtra. So ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് പറഞ്ഞാൽ PA Inamdar ഇമ്പോർട്ടൻ്റ് ആണ്, Ayarkoilo ഇമ്പോർട്ടൻ്റ് ആണ്, സെൽവി ഇമ്പോർട്ടൻ്റ് ആണ്. 4 കേസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് ആണ്, അതായത് ഇങ്ങനെ ഓർത്താ നിങ്ങൾ, ഇങ്ങനെയാണ് ഇത് പോയിരിക്കുന്നത്. PA Inamdar വേഴ്സസ് സ്റ്റേറ്റ് ഓഫ്, നമുക്ക് ആ ഡേറ്റ് പറയണ്ട, ജസ്റ്റ് കേസ് എന്താണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. PA Inamdar വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പറ്റിയുള്ള ഒരു കേസാണ്. അത് അൺഎയ്ഡഡ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് റിസർവേഷൻ പോളിസി ഒരിക്കലും സ്റ്റേറ്റിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോഴ്സ് ചെയ്യാൻ പാടില്ല. അത് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, പ്ലസ് എന്താണ്, അൺഎയ്ഡഡ് ആണ്. ഓക്കെ, എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന റിസർവേഷൻ പോളിസി ഒരിക്കലും നമുക്ക് ആ പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ, അൺഎയ്ഡഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഈ പറയുന്ന റിസർവേഷൻ പോളിസി സ്റ്റേറ്റിന് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് ആർട്ടിക്കിൾ 13ന്റെയും അതുപോലെ തന്നെ 19ന്റെയും വയലേഷൻ ആണ്. ദെൻ അയ്യർകോയിലോ സ്റ്റേറ്റ് ഓഫ് തമിഴ്നാട്, നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂ വൺ ഓഫ് ദി ബേസിക് സ്ട്രക്ചർ, അത് റീട്രേറ്റ് ചെയ്ത കേസാണ്. ദെൻ ഒഫീഷ്യൽ ലിക്വിഡേറ്റർ വേഴ്സസ് ദയാനന്ദയുടെ കേസ് പബ്ലിക് എംപ്ലോയ്മെന്റ് റിലേറ്റഡ് കേസാണ്. ഓക്കെ, ദെൻ സെൽവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടക ഇമ്പോർട്ടന്റ് കേസാണ്. 20 clause 3 വരുന്ന ഒരു കേസാണ്. നമ്മുടെ നാർക്കോ അനാലിസിസ് പോലുള്ള ടെസ്റ്റ് എന്ന് പറയുന്നത് വിതൗട്ട് കൺസെന്റ് എന്താണ്, അത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. 20 clause 3യുടെ വയലേഷൻ. 20 clause 3 എന്താ പറയുന്നത്, സെൽഫ് ഇൻക്രിമിനേഷൻ. എന്ത് ചെയ്യാൻ പറ്റില്ല, അയാളെ എന്ത് ചെയ്തില്ല, കമ്പൽ ചെയ്ത് അയാളുടെ വിറ്റ്നസ് ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, സെൽവി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയിൽ ഈ പറയുന്ന നാർക്കോ അനാലിസിസ് ഒക്കെ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞ കേസാണ്. അത് 20 clause 3യുടെ വയലേഷൻ ആണ്. ഓക്കെ, ഇതിന്റെ ക്രോണോളജിക്കൽ ഓർഡർ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് PA Inamdarന്റെ കേസാണ്, നെക്സ്റ്റ് അയ്യർകോയിലെ ആണ്, പിന്നെ ദയാനന്ദന്റെ കേസാണ്, പിന്നെ സെൽവിയുടെ കേസാണ്. ഓക്കെ, then which of the following statement is correct? The fundamental duties are mandatory on all the persons. On all the persons എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ പേഴ്സൺസിനും ഇത് അവൈലബിൾ ആണെന്ന്. പക്ഷെ തെറ്റാണ്. പേഴ്സൺസ് എന്നല്ല നമ്മുടെ ആർട്ടിക്കിളിൽ പറയുന്ന, only for സിറ്റിസൺസ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആർക്കാണ് അവൈലബിൾ ഉള്ളത്, അല്ലെങ്കിൽ ആർക്കാണ് അങ്ങനെ ഒരു ഇതുള്ളത്, സിറ്റിസൺസിനാണ്, നോട്ട് ടു ഓൾ പേഴ്സൺസ്. അങ്ങനെ ഓൾ പേഴ്സൺസ് എന്ന് പറയുന്ന ആർട്ടിക്കിൾസും ഉണ്ട്.
നിങ്ങൾ നോക്കണം, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതായത് ഡാഷ് ഇട്ടിട്ട് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഇട്ടിട്ട് ചോദിച്ചിട്ടുണ്ട്, ഇത് ആർക്കാണ് അപ്ലൈ, നോട്ട് പേഴ്സൺസിനാണോ സിറ്റിസൺസിനാണോ ആർക്കാണ് അപ്ലൈ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഹാവ് ഓൾവേസ് ബീൻ എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യ. അല്ലല്ലോ, നമ്മൾ എന്താണ് 42nd അമെന്റ്മെന്റിലല്ലേ, 42nd അമെന്റ്മെന്റ് പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ, ലീഗൽ അസിസ്റ്റന്റ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് ഇത് ഓൾറെഡി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതാണോ, ഇത് നമുക്ക് ഇന്ന് കൊണ്ടുവന്ന് അങ്ങനെയൊക്കെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. That fundamental duties have been added through an amendment to the Constitution of India. ശരിയാണ്, 42nd അമെന്റ്മെന്റ് പ്രകാരമാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത്. Then the fundamental duties can be enforced by writs. അത് പറ്റത്തില്ല, കാരണം നമുക്ക് മറ്റൊരാളെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഫോഴ്സ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തിരിക്കണം എന്നുള്ള എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. ബൈ റിട്ട് നമുക്ക് എൻഫോഴ്സ് ചെയ്യാൻ പറ്റത്തില്ല. എന്താണ് അത് തെറ്റാണ്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് 3 മാത്രമാണ്. ഓക്കെ, that no person is eligible for appointment as governor unless he is a citizen of India and has completed the age of 35 years. അത് കറക്റ്റ് ആണ്. Then he is debarred from holding any other office or profit during his term of office. അതും കറക്റ്റ് ആണ്, കൃത്യമായിട്ട് ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇത് ഈ തന്നിരിക്കുന്ന കോഡിൽ ഏതാണ് കറക്റ്റ് എന്നാണ്. ബോത്ത് എ ആൻഡ് ആർ ട്രൂ, ആറും എയും ട്രൂ തന്നെയാണ്, ശരിയാണ്. ബട്ട് ആർ ഇസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. എക്സ്പ്ലനേഷൻ ആണോ? അല്ല, ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ അല്ല ഇത്. അതുകൊണ്ട് ഫസ്റ്റ് തെറ്റാണ്. രണ്ടാമത്തെ, അതായത് ക്ലോസ്ഡ് ഓപ്ഷൻ 2 ആണ് കറക്റ്റ്. രണ്ടും ട്രൂ ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എയുടെ എക്സ്പ്ലനേഷൻ അല്ല ആറെന്ന് പറയുന്നത്. Then which fundamental right under the Indian Constitution? ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത് അസേർഷനും റീസണും വെച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് ലോജിക്കായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അസേർഷനിൽ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണോ, അല്ലെ അതിന്റെ റീസൺ ആണല്ലോ, അതിന്റെ എന്താണ് ആ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് രണ്ടും കൂടി നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് വേണം ക്വസ്റ്റ്യൻ ചെയ്യാൻ. നിങ്ങൾ എഴുതിയിരിക്കുന്ന ആൻസർ ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കും. കറക്റ്റ് മീൻസ് അത് രണ്ടും ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടും ട്രൂ ആണ്. അപ്പൊ നാളെ ആദ്യം കണ്ട് ട്രൂ അങ്ങനെ എഴുതരുത്. അസേർഷനും റീസണും കൂടെ നോക്കിയിട്ട് വേണം അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അസേർഷനും റീസണും കൂടെ നോക്കിയിട്ട് വേണം ആൻസേഴ്സ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പൊ അവിടെ നെഗറ്റീവ് വരും, സൂക്ഷിച്ച് വേണം ആൻസർ ചെയ്യാൻ. Then one fundamental right under the Indian Constitution is exclusively available to citizen and not to foreigners. See, തന്നിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റില് സിറ്റിസൺസിന് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഏതാണ്? നോട്ട് ടു ഫോറിനേഴ്സ്. നോക്കാം, റൈറ്റ് ടു ഫ്രീ സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ഇത് സിറ്റിസന് മാത്രമാണോ അതോ ഫോറിനേഴ്സിനും ഉണ്ടോ? Right to free speech and expression. Then right to equality. Then right to life and personal liberty and right against exploitation. See, ഈ പറയുന്ന ഇത്രയും ആർട്ടിക്കിൾ 15, 16, 19, 29, 30 ഇതെന്താണ്? എക്സ്ക്ലൂസീവ്ലി സിറ്റിസന് മാത്രമാണ്. സിറ്റിസൺസിന് മാത്രമായിരിക്കും. അപ്പൊ എന്താണ്? ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ 19 വരുന്നതല്ലേ. അപ്പൊ ഇത് മാത്രമായിരിക്കും എന്താണ് സിറ്റിസൺ ഉള്ളതാണ്. അതൊരിക്കലും ഫോറിനേഴ്സിന് അപ്ലൈ ചെയ്യില്ല. നിങ്ങൾ ഓർത്തോ, ആർട്ടിക്കിൾ ഈ പറയുന്ന ആർട്ടിക്കിൾ 15, 16, 19, 29 and 30 എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ്. അത് സിറ്റിസൺസിന് മാത്രമേ ഉള്ളൂ. ക്വസ്റ്റ്യൻസ് ചോദിക്കും. നിങ്ങൾ ഉറപ്പായിട്ട് ഈ ആർട്ടിക്കിൾ പഠിച്ചിരിക്കണം. ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണത്. ഓൾറെഡി ചോദിച്ചിട്ടുണ്ട്, മുന്നത്തെ ജുഡീഷ്യറി എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം മേ ബി ചോദിച്ചേക്കാം. അപ്പൊ നിങ്ങൾ അതുകൊണ്ട് അത് നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ, then which of the following case the Supreme Court held that right to be forgotten is a fundamental right? See, right to be forgotten നിങ്ങളുടെ സിലബസിൽ ആക്ച്വലി ഇത് ഓൾറെഡി ഉണ്ട്. റൈറ്റ് ടു ബി ഫോർഗോട്ടൺ എന്ന് പറയുന്നത്. റൈറ്റ് ടു ബി ഫോർഗോട്ടൺ എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പം ലൈക്ക് ഇപ്പൊ രാവിലെ നമ്മൾ ഇന്നീറ്റ് നമ്മുടെ പത്രം എടുത്ത് നോക്കുമ്പോൾ നമ്മളെ പറ്റിയുള്ള ന്യൂസ്, അല്ലെങ്കിൽ നമ്മൾ എന്താണ് പത്രമല്ല മീൻസ് ഓൺലൈൻ മീഡിയസിൽ നമ്മളെ പറ്റിയുള്ള ന്യൂസ് അല്ലെങ്കിൽ നമ്മളെ പറ്റിയുള്ള ആർട്ടിക്കിൾസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് റിമൂവ് ചെയ്യാനുള്ള, നമുക്ക് നമ്മളെ അഫക്റ്റ് ഏതെങ്കിലും രീതിയിൽ നമ്മുടെ പ്രൈവസി ഏതെങ്കിലും രീതിയിൽ കേർട്ടീൽ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കത് റിമൂവ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതിനെയാണ് നമ്മൾ പറയുന്നത് റൈറ്റ് ടു ഫോർഗോട്ടൺ എന്ന് പറയുന്നത്. അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്. അത് റെക്കഗ്നൈസ് ചെയ്തൊരു കേസ് ഇതിൽ ഏതാണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. Joravar Singh Mundi versus Union of India. Then T.K. Rangarajan versus State of Tamil Nadu. N.T. Jayal versus Union of India. Kingri Devi versus State of Himachal Pradesh. Joravar Singh Mundi versus Union of India ലാണ് ഇത് വന്നിട്ടുള്ളത്. That High Court explicitly recognized the right to be forgotten as an inherent aspect of fundamental right to privacy. ഇത് ഓർത്തിരിക്കുക, ഫണ്ടമെന്റൽ റൈറ്റ് ടു പ്രൈവസി ആണ് right to be forgotten എന്ന് പറയുന്നത് under Article 21 of the Indian Constitution. And the landmark ruling
This landmark ruling ordered online platforms and search engines to de-index and remove a judgment associated with an acquitted individual to protect their future employment and social standing. അപ്പൊ ഈ കേസിൽ എന്ന് പറയുന്ന അക്വിറ്റഡ് പേഴ്സന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതൊക്കെ ഓൺലൈനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കേസാണ് ഇത്. ആൻഡ് നമുക്ക് ജനറലി പറയുകയാണെങ്കിൽ എന്താണ് ഒരാളെ അഫക്റ്റ് ചെയ്യുന്ന അയാളുടെ ഫണ്ടമെന്റൽ അയാളുടെ റൈറ്റ് ടു പ്രൈവസി കേർട്ടിൽ ചെയ്യുന്ന ഏതെങ്കിലും തരത്തിലുള്ള ആർട്ടിക്കിൾസോ ഓൺലൈൻ മീഡിയയിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് റിമൂവ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിനാണ് റൈറ്റ് ടു ബി ഫൊർഗോട്ടൺ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which one of the following pairs is correctly matched with regard to the provisions of the Constitution of India? Actually ഇതെല്ലാം കൊടുത്തിരിക്കുന്ന എമർജൻസി പ്രൊവിഷൻസ് ആണ്. നമുക്ക് നോക്കാം. ഫസ്റ്റ് 352 എഫക്റ്റ് ഓഫ് പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി. ആദ്യത്തെ തന്നെ തെറ്റാണ്. ഇഫക്റ്റ് അല്ല അവിടെ പറയുന്നത്, ഡിക്ലറേഷൻ ആണ്. അത് ഐ മീൻ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന കാര്യമാണ് 52-ൽ പറയുന്നത്. ഓക്കെ, then 53 ആപ്ലിക്കേഷൻ ഓഫ് പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റവന്യൂസ് വൈൽ പ്രൊക്ലമേഷൻ ഈസ് ഇൻ ഓപ്പറേഷൻ. തെറ്റാണ്. Then 54 determination of executive power of the union during emergency. No. Then article 355 duty of the union to protect state against external aggression and internal disturbance. Important ആണ്. Duty of the union to protect states against external aggression and internal disturbance. Article 355-ലാണ് അത് പറയുന്നത്. ഓക്കെ, അത് കറക്റ്റ് ആണ്. സോ ആർട്ടിക്കിൾ 355 ആണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. See, proclamation of emergency 352, national emergency, national emergency 356 state emergency, then 360 financial emergency. ഇതിൽ ചോദിക്കാൻ നാഷണൽ എമർജൻസി, സ്റ്റേറ്റ് എമർജൻസി, ഫിനാൻഷ്യൽ എമർജൻസി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. നിങ്ങൾ ഓർക്കുക 360 ആണ് ഫിനാൻഷ്യൽ എമർജൻസി. സോ 352 നാഷണൽ എമർജൻസി, 356 സ്റ്റേറ്റ് എമർജൻസി ആൻഡ് 360-ലാണ് ഫിനാൻഷ്യൽ എമർജൻസി പറയുന്നത്. സോ നാഷണൽ എമർജൻസി വരുന്നത് എപ്പോഴാണ്? എന്തെങ്കിലും ത്രെറ്റ് പ്രസിഡന്റിന് തോന്നുവാണെങ്കിൽ, വോർ, എക്സ്റ്റേണൽ അഗ്രഷൻ, ആംഡ് റിബല്യൻ, ഇത് ഓർക്കുക. വോറോ, എക്സ്റ്റേണൽ അഗ്രഷനോ ആംഡ് റിബല്യൻ, ഇങ്ങനെ ഒരു ത്രെറ്റ് വരുവാണെങ്കിൽ, സ്റ്റേറ്റ് ഒരു ത്രെറ്റ് ഉണ്ടെന്ന് പ്രസിഡന്റിന് തോന്നിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? എമർജൻസി ഡിക്ലെയർ ചെയ്യാം. ചുമ്മാ എമർജൻസി ഡിക്ലെയർ ചെയ്യുമല്ല, എന്ത് ചെയ്തിരിക്കണം? യൂണിയൻ ക്യാബിനറ്റ് എന്ത് ചെയ്തിരിക്കണം? പുള്ളിയെ ബൈ റൈറ്റിംഗ് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം. ഇങ്ങനെ ഒരു ഇഷ്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. ഓക്കെ, എന്ത് ചെയ്യാം? അപ്പൊ എന്ത് ചെയ്യാം? എമർജൻസി ഡിക്ലെയർ ചെയ്യാം. ദെൻ സ്റ്റേറ്റ് എമർജൻസിയിലേക്ക് വരുവാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷറിയിൽ ഒരു ഫെയിലിയർ വരുമ്പോഴാണ്, ലൈക്ക് സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ഫോളോ ചെയ്തിട്ടല്ല എന്ത് ചെയ്യുന്നത്, ആക്ട് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യാം? ഈ പറയുന്ന സ്റ്റേറ്റ് എമർജൻസി ഗവർണർക്ക് എന്ത് ചെയ്യാം? പ്രസിഡന്റിന് ഇത് കാണിക്കാം. ലൈക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ സ്റ്റേറ്റ് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ബിയോണ്ട് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് ആണ് ആക്ട് ചെയ്യുന്നത്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിക്ക് അവിടെ ഒരു ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ടെന്ന് ഗവർണർ പ്രസിഡന്റിനെ അറിയിക്കുമ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യും? സ്റ്റേറ്റ് എമർജൻസി ഡിക്ലെയർ ചെയ്യും. നേരെ നമ്മുടെ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് എന്ത് ചെയ്യും? പാർലമെന്റിലേക്ക്, അതായത് നമ്മുടെ ലോ എല്ലാം എന്ത് ചെയ്യും? നേരെ പാർലമെന്റൽ അതോറിറ്റിയിലായിരിക്കും വരിക. ദെൻ 360-ലാണ് ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, 360 പ്രകാരമാണ് ഫിനാൻഷ്യൽ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്നത്. ഓർത്തിരിക്കുക, ആർട്ടിക്കിൾ ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ദെൻ which of the following statement is correct regarding constitutional amendment bill? Give correct answer by using the code given below. Prior permission of president is required before introducing the constitutional amendment bill in parliament. അതായത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ പാർലമെന്റിൽ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം? അതിന് പ്രസിഡന്റിന്റെ പ്രയർ പെർമിഷൻ ഉണ്ടായിരിക്കണം. നമ്മൾ ആർട്ടിക്കിൾ എങ്ങും ഇത് പറയുന്നില്ല, സോ അതുകൊണ്ട് തന്നെ അത് തെറ്റാണ്. ദെൻ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ ക്യാൻ ബി ഇൻട്രൊഡ്യൂസ് ഇൻ എയ്തർ ഹൗസ് ഓഫ് ദി പാർലമെന്റ്. ശരിയാണ്, ഏത് ഹൗസ് ഓഫ് ദി പാർലമെന്റ് എന്ത് ചെയ്യാം? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ബിൽ കൊണ്ടുവരാം, ഇൻട്രൊഡ്യൂസ് ചെയ്യാം. And president is bound to give his assent to the bill if duly passed by both houses of parliament and ratified if required by the legislature of not less than 1/2 of the state. President is bound to give his assent to bill if duly passed by. Correct അല്ലേ? അതായത് രണ്ടുപേരും പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്തിരിക്കണം? പ്രസിഡന്റ് എന്ത് ചെയ്തിരിക്കണം? അസന്റ് കൊടുത്തിരിക്കണം ആ ബില്ലിന്. Then president may retain the bill to the houses for reconsideration. എന്താണ്? ഇത് തെറ്റാണ്. സോ ഇതില് ശരിയെന്ന് പറയുന്നത് ബിയും സിയും ആണ്. യാ, 2 is correct. സോ അമെൻമെന്റ് ബില്ലിനെ പറ്റിയാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അമെൻമെന്റ് ബില്ലാണ്. Then next question,
Which of the following case is not related to theory of basic structure under Article 360, basic structure theory under Article 360 of the Constitution? ഈ പറയുന്ന കേസിൽ ഏത് കേസാണ് നമ്മുടെ ബേസിക് സ്ട്രക്ചർ തിയറി പറയാത്തതെന്ന് നോക്കാം. മിനർവ മിൽസ് യൂണിയൻ ഓഫ് ഇന്ത്യ കറക്റ്റ് ആണ്. എന്താണ് നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂവും എല്ലാം, അതായത് നമ്മുടെ കേശവനന്ദ ഭാരതിയിൽ പറഞ്ഞ മിക്ക കാര്യവും റീട്രേറ്റ് ചെയ്ത കേസാണ് മിനർവ മിൽ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ്. നെക്സ്റ്റ് വാമൻ റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കറക്റ്റ് ആണ്. ജുഡീഷ്യൽ റിവ്യൂ എന്താണ് ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ദെൻ എൽ ചന്ദ്രകുമാർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ശരിയാണ്, അതും ജുഡീഷ്യൽ റിവ്യൂ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പറയുന്നത്. ദെൻ ടി കെ രംഗരാജൻ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് തമിഴ്നാടു എന്താണ് ഇതിനെപ്പറ്റി അല്ല പറയുന്നത്, അതിനെപ്പറ്റി സ്ട്രൈക്കിനെ പറ്റി എന്തോ ഡീൽ ചെയ്ത്. ദിസ് കേസ് ഡെൽസ് വിത്ത് റൈറ്റ് ഓഫ് ഗവൺമെന്റ് എംപ്ലോയി ടു സ്ട്രൈക്ക്. അതിൽ കോടതി പറഞ്ഞത് സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് എംപ്ലോയീസ് ഹാവ് നോ ഫണ്ടമെന്റൽ ഓർ ലീഗൽ റൈറ്റ് ടു സ്ട്രൈക്ക്. സ്ട്രൈക്ക് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫണ്ടമെന്റൽ അല്ലെങ്കിൽ ലീഗൽ റൈറ്റ് അല്ല. അത് ഓർത്തിരിക്കുക, കേസ് നിങ്ങൾ ഓർത്തിരിക്കുക. ടി കെ രംഗരാജൻ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് തമിഴ്നാടു 2003 കേസാണ്. അപ്പം മിനർവ വിൽ വാമൻ റാവു, എൽ ചന്ദ്രകുമാർ വാസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇനി അടുത്ത ഇതിൽ വരും, നമുക്ക് ക്വസ്റ്റ്യൻസിൽ വരുമ്പോൾ നമുക്കത് ഡീൽ ചെയ്യാം. ഓക്കെ, മാക്സിമം ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ അത് എലിമിനേറ്റ് ചെയ്യാൻ കൂടുതൽ ശ്രമിക്കുക. അപ്പൊ ഇതിൽ എന്തിൽ വരുവാണെന്നുള്ളത് നമുക്ക് ഓൾറെഡി അറിയാം. സോ അറിയാവുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ ഇങ്ങനെ ചൂസ് ചെയ്യാം. ഐ മീൻ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഓൾറെഡി അറിയാം, അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ നോക്കി നോക്കി പോവുക. Okay, then which of the following is inherent in relation to the declaration of financial emergency by the President under Article 360 of the Constitution? So, which of the following declaration of financial emergency situation ഈ പറയുന്നതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത്? ഫിനാൻഷ്യൽ എമർജൻസി ആർട്ടിക്കിൾ 360 ആണ്. ഓക്കെ, ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. It shall cease to operate at the expiration of 1 month unless approved by both houses of the parliament. ഈ 1 month എന്നുള്ളത് അതായത് ഞാൻ ഓൾറെഡി പറഞ്ഞ് നമ്മുടെ എമർജൻസി ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് എന്തിരിക്കണം, പ്രസിഡന്റ് ആ എമർജൻസി അപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാർലമെന്റിന് മുമ്പിൽ അത് ലേ ചെയ്തിരിക്കണം. അപ്പൊ ബോത്ത് ഹൗസ് ഓഫ് പാർലമെന്റ് എന്തിരിക്കും, വിത്തിൻ 1 മന്തിനുള്ളിൽ തന്നെ എന്തിരിക്കണം, അപ്രൂവൽ കൊടുത്തിരിക്കണം. അങ്ങനെ 1 മന്ത് കഴിഞ്ഞു പോയാൽ തന്നെ അത് ലാപ്സ് ആയി പോകും. സോ അതെല്ലാം നമ്മൾ സ്റ്റേറ്റ് എമർജൻസിയുടെയും നാഷണൽ എമർജൻസിയുടെയും കാര്യത്തിലാണ്. പക്ഷേ ഫിനാൻഷ്യൽ എമർജൻസി വരുമ്പോൾ 1 month അല്ല, അവിടെ 2 months ആയിരിക്കും. 2 months ആയിരിക്കും. ഓർക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, that is, it shall cease to operate at the expiration of 2 months unless approved by both houses of the parliament. Both house of parliament എന്തിരിക്കണം, within 2 months തന്നെ അത് അപ്രൂവ് ചെയ്തിരിക്കണം. ഫിനാൻഷ്യൽ എമർജൻസിയുടെ കാര്യത്തിലാണ്, നോട്ട് നാഷണൽ ഓർ സ്റ്റേറ്റ് എമർജൻസി. അതിൽ 1 month തന്നെയാണ്, മാറിപ്പോരുത്. ഫിനാൻഷ്യൽ എമർജൻസി ആണ്. Then salary and allowances of persons serving in connection with affairs of the state may be reduced. കറക്റ്റ് അല്ലേ? ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ എന്ത് ചെയ്യാം, റെഡ്യൂസ് ആവാം. ഇറ്റ് മേ ബി റിവോക്ഡ് ഓർ വേരിഡ് ബൈ സബ്സിക്വന്റ് പ്രൊക്ലമേഷൻ ബൈ ദി പ്രസിഡന്റ്. എന്ത് ചെയ്യാം, നാഷണൽ എമർജൻസി ആണെങ്കിലും സ്റ്റേറ്റ് എമർജൻസി ആണെങ്കിലും എന്ത് ചെയ്യാം, നമുക്ക് പ്രസിഡന്റിന് ഒരു പുതിയൊരു പ്രൊക്ലമേഷൻ മതി, അത് റിവോക്ക് ചെയ്യാനോ അത് വേരി ചെയ്യാനോ പറ്റും. അതിന് ഈ പറഞ്ഞ അപ്രൂവലിന്റെ കാര്യവും ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, ഈ 1 month ഡിലേ 2 months അത് പ്രശ്നമല്ല. സോ ഓർത്തിരിക്കുക, ഇറ്റ് മേ റിവോക്ഡ് ഓർ വേരിഡ് ബൈ എ സബ്സിക്വന്റ് പ്രൊക്ലമേഷൻ ബൈ ദി president. Then salary and allowances of the judges, Supreme Court, High Court may be reduced. Okay, ശരിയാണ്. സോ അപ്പൊ ഇതിൽ തെറ്റെന്ന് പറയുന്നത് ഇതാണ് 1. The next question, which of the following statement are correct and give correct answer using the code given below? An ordinary bill can only originate in the Council of States. എന്ത് ചെയ്യാം, ഓർഡിനറി ബില്ല് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് മാത്രമേ ഒറിജിനേറ്റ് ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത്. തെറ്റാണ്. ഇഫ് എന്ത് ചെയ്യാം, ഈദർ ഓഫ് ദി ഹൗസസ് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓക്കെ, then a bill pending in House of People shall not lapse by reason of the prorogation of the House. അതായത് ഹൗസ് ഓഫ് പീപ്പിളില് എന്ത് ചെയ്യാം, ഒരു ബില്ല് പെൻഡിങ് ആണ്, ബൈ റീസൺ ഓഫ് പ്രൊറോഗേഷൻ ഓഫ് ദി ഹൗസ് എന്ത് ചെയ്യാം, ബില്ല് ലാപ്സ് ആയി പോകത്തില്ല. അത് കറക്റ്റ് ആണ്. ഓക്കെ, ഓർത്തിരിക്കുക. അപ്പൊ എന്ത് ചെയ്യാം, ആദ്യത്തെ തെറ്റാണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് അല്ല, ഈദർ ഓഫ് ദി ഹൗസ് നമുക്ക് എന്ത് ചെയ്യാം, ബിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓർഡിനറി ബിൽ, നോട്ട് മണി ബിൽ. അതാണ് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. മണി ബില്ലിന്റെ കാര്യമല്ല, ഓർഡിനറി ബില്ലിന്റെ കാര്യം മാത്രമാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ പറഞ്ഞത് അമെൻമെന്റ് ബില്ലാണ്. ഓക്കെ, ഇത് നമ്മൾ പറയുന്നത് ഓർഡിനറി ബില്ലിന്റെ കാര്യമാണ്. A bill pending House of People shall not lapse by reason of the prorogation of the House. എന്ത് ലാപ്സ് ആയി പോകില്ല. Then a bill pending in the Council of State which has not been passed by House of People shall not lapse on a dissolution on the House of People. അതും കറക്റ്റ് ആണ്.
നിങ്ങൾ ആർട്ടിക്കിൾ 107 എടുത്താൽ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്, ആർട്ടിക്കിൾ 107. ഓക്കെ. Then the next, a bill pending in the House of People shall not lapse by reason of the dissolution of the House. ഇത് തെറ്റാണ്. ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഹൗസ് ഓഫ് പീപ്പിൾ ഒരു ബിൽ പെൻഡിങ് ആണ്, അതേപോലെ തന്നെ നമ്മുടെ ഓൾറെഡി പാസ്ഡ് ആണ്, ബട്ട് അത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ പെൻഡിങ് ആണ് എങ്കിൽ എന്താണ് ഡിസൊല്യൂഷൻ ഓഫ് ദി ഹൗസ്, അത് എന്ത് ചെയ്തിരിക്കും, ആ ബില്ല് ലാപ്സ് ആയി പോയിരിക്കും. ഓക്കെ, ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്, that specifies a bill pending in Council of States which has not been passed by House of People shall not lapse on dissolution of ലോക്സഭ ഡിസൊല്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ കൗൺസിൽ ഓഫ് സ്റ്റേറ്റിലാണെങ്കിൽ എന്ത് ചെയ്യാം, ബില്ല് ലാപ്സ് ആയി പോകത്തില്ല. പക്ഷേ എ ബിൽ പെൻഡിങ് ഇൻ ദ ഹൗസ് ഓഫ് പീപ്പിൾ, ബില്ല് എവിടെയാണ് പെൻഡിങ്, ഹൗസ് ഓഫ് പീപ്പിൾ ആണ് പെൻഡിങ്, ആൻഡ് ഓട്ടോമാറ്റിക്കലി ലാപ്സസ് അപ്പോൺ ദ ഡിസൊല്യൂഷൻ ഓഫ് ദി ഹൗസ്. ഹൗസ് ഓഫ് ഡിസൊല്യൂഷൻ ആകുമ്പോൾ എന്ത് ചെയ്യാം, ബില്ലും ലാപ്സ് ആയി പോകും. This applies whether the bill originated in the Lok Sabha or was transmitted to it by the Rajya Sabha. അത് ബില്ല് എവിടെ ഒറിജിനേറ്റ് ചെയ്യുന്നില്ല, അത് മീൻസ് ലോക്സഭയിലാവാം, ലോക്സഭയിൽ ഒറിജിനേറ്റ് ചെയ്തു, അതെന്ത് ചെയ്യും, നമ്മൾ രാജ്യസഭയിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്താൽ കൂടിയും എന്താണ്, ലോക്സഭ ഡിസൊല്യൂഷൻ വന്നു കഴിഞ്ഞാൽ ആ ബില്ലും ലാപ്സ് ആയി പോകും. നിങ്ങൾ ആർട്ടിക്കിൾ 107 കൃത്യമായിട്ട് വായിക്കുന്നത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, കുറച്ച് കൺഫ്യൂഷൻ ആണ് അത്, ബട്ട് നിങ്ങൾ ഇത്ര ഓർത്താൽ മതി. ദാറ്റ് ഈസ് അത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ ഒരു ബില്ല് പെൻഡിങ് ആണെന്ന് പറഞ്ഞു, അതായത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റിൽ ഓൾറെഡി ബില്ല് പെൻഡിങ് ആണ്, ലോക്സഭ ഡിസൊല്യൂഷൻ വന്നു, എന്നിട്ട് എന്ത് പറ്റില്ല, ആ ബില്ല് ലാപ്സ് ആയി പോകത്തില്ല. പക്ഷെ നേരെ മറിച്ച് ഹൗസ് ഓഫ് പീപ്പിളിന്റെ ഒരു ബില്ലാണ് എങ്കിൽ എന്താണ്, ഹൗസ് ഓഫ് പീപ്പിൾ ഡിസൊല്യൂഷൻ ആവുമ്പോൾ ആ ബില്ലും ലാപ്സ് ആയി പോകും. ഇത്ര നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, ദെൻ sorry, in which of the following case the parliament has no power to legislate on the state list? 1 minute. Okay. In which of the following case the parliament has no power to legislate on the state list? State ലിസ്റ്റിൽ നിന്ന് പാർലമെന്റിന് ലെജിസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ഏതെന്നാണ്. ആക്ച്വലി ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ സിറ്റുവേഷനിലും പാർലമെന്റിന് പറ്റും. നോക്കാം, കൺസെന്റ് ഓഫ് 2 സ്റ്റേറ്റ്, 2 സ്റ്റേറ്റിന്റെ കൺസെന്റോട് എന്ത് ചെയ്യാം, പാർലമെന്റ് ലോ ഉണ്ടാക്കാം. ഓക്കെ, ഇംപ്ലിമെന്റിംഗ് ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് 253 നമ്മൾ പറയുന്നതാണ്. എന്ത് ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഇതിൽ മുനിസിപ്പൽ ലോയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ലോ ഉണ്ടാക്കാം. അതുപോലെ തന്നെ എമർജൻസീസ് ഇൻ ഓപ്പറേഷൻ ലോ കൊണ്ടുവരാം. പബ്ലിക് ഇൻട്രസ്റ്റിന്റെ ഭാഗമായിട്ട് ഇഫ് സോ ഡിക്ലെയർഡ് ബൈ ദി കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ത് ചെയ്യാം, നമുക്ക് ലോ കൊണ്ടുവരാം. സോ ആർട്ടിക്കിൾ 252 പറയുന്നത് ലെജിസ്ലേച്ചർ ഓഫ് 2 or more state pass a resolution requesting the parliament to enact laws on a state list. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിന്റെ സബ്ജക്റ്റിൽ നിന്ന് എന്ത് ചെയ്യാം, പാർലമെന്റ് ലോ ഉണ്ടാക്കാം. ഗെയിൻസ് ലോഫുൾ പവർ ടു ഡു സോ ഫോർ ദോസ് സ്പെസിഫിക് സ്റ്റേറ്റ്, ആ സ്പെസിഫിക് സ്റ്റേറ്റിന് വേണ്ടി മാത്രം. ഓക്കെ, ഇംപ്ലിമെന്റിംഗ് ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് അണ്ടർ 253 ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്റർനാഷണൽ അഗ്രിമെന്റ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എമർജൻസി ഇൻ ഓപ്പറേഷൻ 250 പ്രകാരം എന്ത് ചെയ്യാം, ലോ ഉണ്ടാക്കാം. Then in the public interest if so declared by Council of States എന്ത് ചെയ്യാം, ലോ കൊണ്ടുവരാം. ഓക്കെ, then which of the following cases Supreme Court held that placing ordinance before legislation is a mandatory repromulgation of ordinance is fraud on the constitution. അതായത് എന്താണ്, ഓർഡിനൻസ് ഉണ്ടാക്കാനുള്ള പവർ നമുക്ക് ഗവർണർക്ക് അല്ലെങ്കിൽ പ്രസിഡന്റിനുണ്ട്. ഓർഡിനൻസ് എന്ന് പറയുമ്പം 123 പ്രകാരം എന്ത് ചെയ്യാം, പ്രസിഡന്റിനും അതുപോലെ ഗവർണർക്കും എന്താണ്, ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉണ്ട്. ഓർഡിനൻസ് ഉദ്ദേശിക്കുന്ന ഇപ്പോൾ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാർലമെന്റ് എന്ന് പറയുന്നത് ഔട്ട് ഓഫ് സെക്ഷൻ ആണെങ്കിൽ, ഓക്കെ, ഔട്ട് ഓഫ് സെക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു എമർജൻസി സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു നെസസിറ്റി വരുവാണെങ്കിൽ പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർക്ക് എന്ത് ചെയ്യാം, ഓർഡിനൻസ് ഉണ്ടാക്കാം, ഓർഡിനൻസ് മേക്ക് ചെയ്യാം. അതിനാണ് ലോ മേക്കിംഗ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഓഫ് പ്രസിഡന്റ് അല്ലെങ്കിൽ ഗവർണർ പറയുന്നത്. ഓക്കെ, ഈ ഓർഡിനൻസ് എന്ന് പറഞ്ഞാൽ ഇതിനൊരു പ്രൊസീജിയറൽ മാൻഡേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്തിരിക്കണം, പ്ലേസിംഗ് ഓർഡിനൻസ് ബിഫോർ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത് മാൻഡേറ്ററി ആണ്. അതായത് ഉണ്ടാക്കിയ ഓർഡിനൻസ് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ലെജിസ്ലേച്ചറിന്റെ മുമ്പിൽ അത് എന്ത് ചെയ്തിരിക്കണം, പാർലമെന്റിന് മുമ്പിൽ എന്ത് ചെയ്തിരിക്കണം, അത് ലേ ഡൗൺ ചെയ്തിരിക്കണം. റീപ്രൊമുൾഗേഷൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഷൻ, ഈ പറയുന്ന ഓർഡിനൻസിന്റെ എക്സ്റ്റൻഷൻ, അതായത് വിത്തൗട്ട് ദി കൺസെന്റ് അല്ലെങ്കിൽ വിത്തൗട്ട് ദി അതോറിറ്റി ഓഫ് പാർലമെന്റ് എന്ത് ചെയ്യുന്നു, ഇത് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ വിത്തൗട്ട് ദി പവർ ഓഫ് ദി ലെജിസ്ലേച്ചർ അത് എക്സ്റ്റെൻഡ് ചെയ്യുവാണെങ്കിൽ എന്താണ്, അതൊരു ഫ്രോഡാണ്, ഫ്രോഡ് ഓൺ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് ഏത് കേസിലാണ് പറഞ്ഞതെന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിശ്വസിക്കുന്നു. ലൈക്ക് അതായത് ഓർഡിനൻസ് മേക്കിംഗ് പവർ പ്രസിഡന്റിനും ഗവർണർക്കും ഉണ്ട്. അത് എപ്പോഴാണ് പാർലമെന്റ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ എന്ന് പറയുന്നത്
ഔട്ട് ഓഫ് സെക്ഷൻ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന പ്രസിഡന്റിന് എന്താണ് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉണ്ട്, അല്ലെങ്കിൽ ഗവർണർക്ക് ഓർഡിനൻസ് മേക്കിംഗ് പവർ ഉണ്ട്. ഈ ഓർഡിനൻസ് എന്ന് പറയുന്ന ഒരു മാൻഡേറ്ററി പ്രൊസീജിയർ എന്ന് പറയുന്നത് പാർലമെന്റിന് മുമ്പിൽ എന്ത് ചെയ്തിരിക്കണം, നമ്മൾ ലേ ഡൗൺ ചെയ്തിരിക്കണം. മീൻസ് ലെജിസ്ലേച്ചറിന് മുമ്പിൽ ലേ ഡൗൺ ചെയ്തിരിക്കണം. അതൊരു മാൻഡേറ്ററി പ്രൊസീജിയർ ആണ് ഇങ്ങനെ ലേ ഡൗൺ ചെയ്യാന്നുള്ളത്. ഈ റീപ്രൊമുൾഗേഷൻ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്റ്റൻഷൻ ആണ്. ഇങ്ങനെ ലേ ഡൗൺ ചെയ്യാതെ ഇങ്ങനെ ഈ ഒരു കാലാവധി ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നുണ്ടല്ലോ, ഈ ഓർഡിനൻസിന്റെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത്, ആ പോകുന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഇറ്റ്സ് ഫ്രോഡ് ഓൺ ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ അത് ഏത് കേസിലാ പറഞ്ഞതെന്ന് നോക്കാം. കൃഷ്ണകുമാർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ഇവിടെ പറഞ്ഞതെന്ന് പറഞ്ഞാല് the Supreme Court authoritative ruled that laying an ordinance before the legislature മുന്നില് ഓർഡിനൻസ് വെക്കാന്നുള്ളത് ഇറ്റ്സ് എ മാൻഡേറ്ററി കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ ആൻഡ് the unfettered repromulgation, അതായത് നമ്മളെ ഇങ്ങനെ ഒരു ആവശ്യമില്ലാതെ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോകുന്നത് ഓഫ് ഓർഡിനൻസ് വിത്തൗട്ട് ലെജിസ്ലേറ്റീവ് അപ്രൂവൽ എന്ന് പറയുന്നത് ഇസ് എ ഫ്രോഡ് ഓൺ ദി കോൺസ്റ്റിറ്റ്യൂഷൻ. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രോഡ് ആണ്. ഓക്കെ, ഇമ്പോർട്ടന്റ് കേസ് ആണ്. കൃഷ്ണകുമാർ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാറിലാണ് അത് പറഞ്ഞത്. ആ ഓർഡിനൻസ് മേക്കിംഗ് പവറിന്റെയും റീപ്രൊമുൾഗേഷന്റെയും കാര്യം ഓർത്തിരിക്കുക. Then given below are two statements, one labeled as assertion and the other labeled as reason. നമുക്ക് നോക്കാം. The Council of Ministers hold the office during the pleasure of the President. കറക്റ്റ് ആണ്. ഓക്കെ, ആർട്ടിക്കിളിൽ പറയുന്നുണ്ട്. And the President of India can dismiss the ministers at his discretion. ഇത് കറക്റ്റ് ആണോ? അതെന്താണ്? ഓക്കെ, ശരിയാണ്. എന്താണ് ഈ പറയുന്ന ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദി പ്രസിഡന്റ് ആണ് അവർ ഓഫീസ് ഹോൾഡ് ചെയ്യുന്നത്. ദാറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് എന്താണ് പുള്ളിയുടെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ അവർ റിമൂവ് ചെയ്യാനുള്ള ഡിസ്മിസ് ചെയ്യാനുള്ള പവർ ഉണ്ടെന്നല്ല അതിനർത്ഥം. അതിന് എന്ത് ചെയ്തിരിക്കണം, നമ്മൾ പ്രൈം മിനിസ്റ്ററുടെ എന്ത് ചെയ്തിരിക്കണം, ഏതൊരു അഡ്വൈസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററുടെ ഒരു അപ്രൂവലോട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, പ്രസിഡന്റിന് അവരെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡിസ്മിസ് ചെയ്യാം, ശരിയാണ്, പക്ഷെ അറ്റ് ഹിസ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് തെറ്റാണ്. ഓക്കെ, സോ എ ആൻഡ് ബി, എ ആണ് ട്രൂ, ബി ഫോൾസ് ആണ്. സോറി, എ ട്രൂ, ആർ ഫോൾസ് ആണ്. ഓക്കെ, then which of the following case the Supreme Court held that any member of parliament, member of legislative assembly, member or legislative council who is convicted of a crime and given a minimum of 2 years imprisonment loses membership of the house with immediate effect. അതായത് മെമ്പർ ഓഫ് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി, മെമ്പർ ഓർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്തുമായാലും ഒരു ക്രൈമിൽ കൺവിക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മിനിമം 2 years ഇംപ്രിസ്മെന്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണ്, അവർക്ക് ഡിസ്ക്വാളിഫിക്കേഷന്റെ കാര്യമാണ് പറയുന്നത്. ഇത് പറഞ്ഞ കേസ് ഇമ്പോർട്ടന്റ് ആണ്. ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസിലാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ നിങ്ങൾ എല്ലാവരും കേട്ട ഒരു കേസാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുന്ന എല്ലാവരും കേൾക്കുന്ന ഒരു കേസാണ് ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ്. അതായത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത്. ഓക്കെ, Lilly Thomas vs. Union of India 2013 case that the Supreme Court struck down Section 8 Clause 4 Representation of People's Act 1951. എന്ത് ചെയ്തു, കോർട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്തു. ദ സ്പെസിഫിക് പ്രൊവിഷൻ എന്താണ് കൊടുക്കുന്നത്, 3 month ഗ്രേസ് പീരിയഡ് ഫോർ സിറ്റിംഗ് MPs, MLS and MLCs to appeal their criminal conviction. അപ്പീൽ കൊടുക്കാൻ വേണ്ടി ഒരു ഗ്രേസ് പീരീഡ്, 3 month ഗ്രേസ് പീരീഡ് അനുവദിക്കുന്നുണ്ട് ഈ പറയുന്ന 8 Clause 4 പ്രകാരം. അതെന്താണ്, അതെന്ന് പറയുന്നത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. കോടതി സ്ട്രക്ക് ഡൗൺ ചെയ്തു. കാരണം അങ്ങനെ ക്രിമിനൽ കൺവിക്ഷൻ ഉള്ള ആൾ എന്താണ്, അത് ഡിസ്ക്വാളിഫിക്കേഷൻ ആണ്. ലില്ലി തോമസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ് ഒത്തിരിക്ക ഇമ്പോർട്ടന്റ് ആണ്. ലോ ഡിക്ലെയർഡ് ബൈ സുപ്രീം കോർട്ട് ഈസ് ബൈൻഡിങ് ഓൺ ഓൾ കോർട്സ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ, ബട്ട് ദ സുപ്രീം കോർട്ട് ഈസ് നോട്ട് ബൗണ്ട് ബൈ ഇറ്റ്സ് ഓൺ ഡിസിഷൻസ്. ഓർത്തിരിക്കുക, സുപ്രീം കോർട്ട് ഉണ്ടാക്കുന്ന ലോ എന്താണ്, അത് 141 ആണ്, ആർട്ടിക്കിൾ 141 ഇമ്പോർട്ടന്റ് ആണ്. എന്താണ്, ബട്ട് സുപ്രീം കോർട്ട് ഈസ് നോട്ട് ബൗണ്ട് ബൈ ഇറ്റ്സ് ഓൺ ഡിസിഷൻ, അത് ബൗണ്ട് അല്ല. വാസ് ഡിസൈഡ് ബൈ സുപ്രീം കോർട്ട് ഇൻ ഇറ്റ് സെൽഫ് ഇൻ എന്താണ്, ബംഗാൾ ഇമ്മ്യൂണിറ്റി കമ്പനി ലിമിറ്റഡ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാറിലാണ് അത് കൃത്യമായിട്ട് പറഞ്ഞത്. എന്തെങ്കിലും എറേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇറ്റ്സ് ഏർലി ജഡ്ജ്മെന്റ്സ് ഇഫ് ഇറ്റ് നെസസറി ടു കറക്റ്റ് പാസ് എറേഴ്സോ കീപ് പേസ് വിത്ത് ചേഞ്ചിങ് ടൈംസ് എന്ത് ചെയ്യാം, മാറ്റാം. അപ്പെക്സ് കോർട്ടിന് അങ്ങനെ ഒരു പവർ ഉണ്ട്. ഓക്കെ, ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് കേസസ് the Supreme Court said that fundamental rights and directive principles aim at the same goal of bringing about a social revolution and establishment of a welfare state, and they can be interpreted and applied together, and they are supplementary and complementary to each other. Supplementary and complementary to each other. ഇത് important ആണ്. Supplementary and complementary to each other.
അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും. നിങ്ങൾ 42nd അമെന്റ്മെന്റ് ഓർത്താൽ മതി. 42nd അമെന്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിന്റെ ഒരു സബോർഡിനേറ്റ് ആയിട്ടാണ് ഒരു 42nd പറഞ്ഞത്. അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിളിനെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, അമെന്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഒരു ഇതാണ് 42nd. ഒരു ബ്ലാങ്കറ്റ് പവർ ആണ് കൊടുത്തിട്ടുള്ളത് പാർലമെന്റിന് ടു അമെന്റ് ദി ഫണ്ടമെന്റൽ റൈറ്റ്. അത് എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി ഇത് മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് 42nd അമെന്റ്മെന്റ് ചലഞ്ച് ചെയ്തുകൊണ്ട് കോടതി പറഞ്ഞ് ഇതൊരിക്കലും ഒന്നിനോടൊന്ന് എന്താണ്, ഒരു ഹാർമണിയാണ് രണ്ടുപേരും തമ്മിൽ, അല്ലാതെ ഒന്നിനോട് സബോർഡിനേറ്റ് അല്ല. ഇതൊരു സപ്ലിമെന്ററി ആൻഡ് കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ, ഒരു ഹാർമണിയസ് കൺസ്ട്രക്ഷൻ പോലാണ് പറഞ്ഞത്. അതായത് എന്താണ്, സപ്ലിമെന്ററി ആൻഡ് കോംപ്ലിമെന്ററി ടു ഈച്ച് അതർ. അതായത് ഒന്നിനോട് എന്താ, മുകളിലല്ല. ഓക്കെ, സോ മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ്, ഇത് ഇമ്പോർട്ടന്റ് ആണ്. ഇത് തെറ്റിക്കാറുണ്ട്, കേശവനന്ദ ഭാരതി വെച്ച് തെറ്റിക്കാറുണ്ട്. അതായത് കേശവനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള വെച്ച് ഇത് തെറ്റിക്കാറുണ്ട്, അത് ചെയ്യരുത്. കേശവനന്ദ ഭാരതിയിൽ ഇതിന് നമ്മുടെ ബേസിക് സ്ട്രക്ചർ തിയറി അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഇതിനെ സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു കോംപ്ലിമെന്ററി അല്ലെങ്കിൽ സപ്ലിമെന്ററി ആണെന്ന് പറഞ്ഞത് മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസിൽ തന്നെയാണ്. ഓക്കെ, then the Supreme Court in the Minerva Mills case held that amendments, okay, ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം, which absolute primacy to DPSP over fundamental rights were unconstitutional. Court emphasized that the harmony and balance between fundamental rights and directive principle is an essential feature of basic structure of the constitution. അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് സ്ട്രക്ചർ ആണ് ഈ ഒരു കംപ്ലിമെന്ററി അല്ലെങ്കിൽ ഈ ഹാർമണി, രണ്ടുപേരും തമ്മിലുള്ള ഈ ഹാർമണി എന്ന് പറയുന്നത് എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് സ്ട്രക്ചർ തന്നെയാണ്. And it famously stated that the constitution is founded on the bedrock. അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഈ ഒരു സെന്റൻസ് ഇത് നിങ്ങൾ ഓർത്തു വെക്കണം, ഇതും ചോദിച്ചിട്ടുണ്ട്. It famously stated that the constitution is founded on the bedrock of the balance between part 3 and part 4. Okay, part 3 part 4 തമ്മിലുള്ള bedrock balance ആണ് ശരിക്കും കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ, ഓക്കെ, അത് ഇമ്പോർട്ടന്റ് ആണ് ആ സ്റ്റേറ്റ്മെന്റ്, അത് ഓർത്തിരിക്കുക. മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ്. Then അടുത്ത question, the Supreme Court or the High Court in exercise of the power of judicial review can declare a law passed by the parliament or state legislature as invalid. അതായത് എന്ത് ചെയ്യാം, നമ്മുടെ ജുഡീഷ്യൽ റിവ്യൂ വഴി ഒരു ലോ പാർലമെന്റ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ പാസ് ചെയ്തൊരു ലോ എന്ന് പറയുന്നത് എന്താക്കാം, നമുക്ക് ഇൻവാലിഡ് അല്ലെങ്കിൽ ഡിൽക്കർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കാം. അതിന്റെ ഗ്രൗണ്ട്സ് എന്ന് പറയുന്നത് it is not within the competence of legislature which pass the law. Correct അല്ലേ? It is not within the competence of legislature which pass law. It is in contravention of the fundamental rights stipulated under part 3 of the constitution or any other provisions of the constitution. നമ്മൾ ആർട്ടിക്കിൾ 13 പഠിക്കുന്നതാണ്. എന്താണ് പാർട്ട് 3ക്ക്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സിന് ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ലോയും കൊണ്ടുവരാൻ പറ്റില്ല. Then the legislature did not apply its mind or it was prompted by some improper, it was arbitrary or unreasonableness. ഇതെന്ന് പറയുന്നത് ജുഡീഷ്യൽ റിവ്യൂടെ ഇതിൽ വരുന്നതല്ല. ഓക്കെ, അതായത് ജുഡീഷ്യൽ റിവ്യൂ നോക്കത്തില്ല പാർലമെന്റ് അങ്ങനെ ഒരു പ്രോപ്പർ മൈൻഡ് കൊണ്ടുവന്നിട്ടുണ്ടോ, അതായത് ഒരു അങ്ങനെ ഒരു ഇത് എന്തില്ല, നമ്മൾ ജുഡീഷ്യൽ റിവ്യൂവിൽ നോക്കത്തില്ല. പ്രോബ്ലംസ് ആസ് ഇമ്പോർട്ടന്റ് മോറൽ സ്റ്റാൻഡേർഡ്സ് ആർബിട്രറി ഓർ അൺറീസണബിൾ, അതല്ല നമ്മൾ ജുഡീഷ്യൽ റിവ്യൂ പ്രകാരം ഈ ഒരു ഇൻവാലിഡ് ആക്കുന്നത്. ഇത് രണ്ടുമാണ് ശരിയായിട്ട് ഉത്തരം. അതായത് എന്താണ്, കോമ്പിറ്റൻസ് ഇല്ല എന്ന് നോക്കും. അതുപോലെ എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് നമ്മുടെ പാർട്ട് 3യുടെ ഇൻകൺസിസ്റ്റന്റ് ആയിട്ടാണ് അങ്ങനെ ഒരു ലോ കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ അതും എന്താണ്, ഇൻവാലിഡ് ആണ്. ഓക്കെ, then which of the following statements are correct? The preamble contains in nutshell idea and aspirates of the constitution. Correct അല്ലേ? പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഐഡിയൽസും നമ്മുടെ ഒബ്ജക്റ്റീവ്സും ഐഡിയൽസും എല്ലാം നമ്മൾ പ്രിയാമ്പിളിൽ പറയുന്നുണ്ട്. പ്രിയാമ്പിൾ എന്ന് പറയുന്നത് ഇറ്റ്സ് എ കീ, കേശവനന്ദ ഭാരതിയിൽ പറയുന്നുണ്ട്, ഇറ്റ്സ് എ കീ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ. കീ ടു ദി കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രിയാമ്പിൾ. അതിന് മുന്നേ ബേറുബാരിയുടെ കേസ് കൂടെ നോക്കാം. ബേറുബാരിയുടെ കേസിലാണ് എന്ത് പറയുന്നത്, ഇറ്റ്സ് നോട്ട് ദ പാർട്ട് ഓഫ് ദി, അതിവിടെ പറയുന്നുണ്ട് അല്ലേ. ഇതാണ്ട് പ്രിയാമ്പിൾ ഇസ് നോട്ട് ദ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ബേറുബാരിയുടെ കേസിലാണ് പറയുന്നത്. ബേറുബാരി, ഓക്കെ, അത് ഓർത്തിരിക്കുക. ബേറുബാരി യൂണിയന്റെ കേസിലാണ് പറഞ്ഞത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇസ് നോട്ട് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. പക്ഷെ അത് ഓവർറൂൾ ചെയ്തുകൊണ്ട് നമ്മുടെ കേശവനന്ദ ഭാരതി വന്നു. കേശവനന്ദ ഭാരതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള പറയുന്നുണ്ട്, ഇല്ല അങ്ങനല്ല, പ്രിയാമ്പിൾ എന്ന് പറയുന്നത് പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ഓൾസോ ഇറ്റ് ഇസ് എ കീ ടു ദി മൈൻഡ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. അതെന്താണ്, അത് ഇമ്പോർട്ടന്റ് ആണ് രണ്ട് സ്റ്റേറ്റ്മെന്റും. ഓക്കെ, ബേറുബാരിയുടെ കേസും
Keshananda Bharati versus Union of India. Sorry, State of Kerala. State of Kerala, okay. Keshananda Bharati versus State of Kerala, okay. But and now the preamble is a key to open the minds of the constitution makers. നമ്മൾ കേശവന്ത ഭാരതിയിലാണ് അത് പറഞ്ഞത്. The preamble is not a part of the constitution. അത് ബേരുബാരിയിലാണ് പറഞ്ഞത്. പക്ഷെ പാട്ടല്ലല്ലോ, തെറ്റാണത്. So ഇത് രണ്ടുമാണ് correct answer. Preamble contains nutshell ideals and aspirations of the constitution, and the preamble is a key to open the minds of the constitution. അതും നമ്മൾ കേശവനന്ദ ഭാരതിയിൽ പറഞ്ഞു. Then preamble is not a part of the constitution. അത് ബേരുബാരിയിൽ പറഞ്ഞു, പക്ഷെ അത് ഓവർറൂൾ ചെയ്തുകൊണ്ടാണ് കേശവനന്ദ ഭാരതി വന്നത്, അതുകൊണ്ടത് തെറ്റാണ്. Okay. The next question. Which of the following statements are true under the Constitution of India? Article 61 deals with procedure for impeachment of presidents. Correct. Next, Article 142 provides that law declared by Supreme Court shall binding on all courts. It's binding. Okay, 142-ലാണോ അത് പറയുന്നത്? അല്ല, 141-ലാണ്. ഓക്കെ, 141-ലാണ് അത് പറയുന്നത്, അതുകൊണ്ട് അത് തെറ്റാണ്. Article 122 provides that court shall not inquire into proceedings of parliament. ഓക്കെ, 122 പ്രൊസീഡിങ്സ് ഓഫ് പാർലമെന്റ് ശരിയാണ്. അതിൽ 121-ലും വേറെ പറയുന്നുണ്ട്, എന്താണ്? പാർലമെന്റിന്റെ പ്രൊസീഡിങ്സിൽ എന്താണ്? നമ്മുടെ കോർട്ടിന്റെ പ്രൊസീഡിങ്സും ഡിസ്കസ് ചെയ്യാൻ പാടില്ല പാർലമെന്റിൽ. ഓക്കെ, അത് ഓർത്തിരിക്കുക 121-ല്. അപ്പോൾ 122-ല് കറക്റ്റ് ആണ്, കോർട്ട് ഷാൽ നോട്ട് ഇൻക്വയർ ദി പ്രൊസീഡിങ്സ് ഓഫ് പാർലമെന്റ്. ആൻഡ് ഓൾസോ 122-ലും പറയുന്നുണ്ട് പാർലമെന്റിൽ എന്താണ് കോർട്ടിന്റെ പ്രൊസീഡിങ്സിനെ പറ്റി, അങ്ങനെ അതിനെ പറ്റി എന്ത് ചെയ്യാൻ പറ്റില്ല, ഡിസ്കഷൻ പാടില്ല. 163 ഡീൽസ് വിത്ത് ദി എക്സ്റ്റെന്റ് ഓഫ് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദി സ്റ്റേറ്റ്. ഇത് മറ്റേ എയ്ഡ് ആൻഡ് അഡ്വൈസ് ആണ് പറയുന്നത്, അതുമല്ല. സോ കറക്റ്റ് എന്ന് പറയുന്നത് ബിയും സിയും ആണ്. സി ഓക്കെ 61. ദെൻ അപ്പം ബിയും സിയും ആണ് കറക്റ്റ് എന്ന്, സോറി ബി തെറ്റാണ്, എയും സിയും ആണ് കറക്റ്റ്. ഓക്കെ, എയും സിയും ആണ് കറക്റ്റ്, സോറി. അപ്പൊ 141 അറിയാം, 141-ലാണ് പറയുന്നത്, 142-ലല്ല. അതുപോലെ 122-ല് ഈ പ്രൊസീഡിങ്സ് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ 121-ഉം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക. 121, 122 അടുത്താണ്, അപ്പൊ ഓർത്തിരിക്കുക. Next question. Which of the following case it was held that right to privacy is not protected as a fundamental right under Indian Constitution? ഇത് പറയുന്നത് ഏത് കേസിലാണ് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്ന് പറഞ്ഞത്? സി കേസ് പുട്ടുസ്വാമി ആദ്യം തന്നെ നമുക്ക് എടുക്കാം, എന്താണ് ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് പറഞ്ഞ കേസാണ്. Then Rajagopal versus state of Tamil Nadu, yes. Govind was state of Madhya Pradesh, yes. Yeah. MP Sharma versus Satish Chandra, district magistrate ഡൽഹിയിലാണ് എന്ത് പറഞ്ഞത്? ഫണ്ടമെന്റൽ റൈറ്റ് അല്ല എന്ന് പറഞ്ഞത്. നോക്കാം, ഇതൊരു ഓൾഡ് കേസാണ്, 1954 കേസാണ്. So right to privacy is not protected as a fundamental right under the Constitution. The court ruled that the makers of the Indian Constitution did not intend to subject the state's power of search and seizure to constitutional limitation like a fundamental right to privacy. This ruling, along with Karak Singh case, stood for decades before being explicitly overruled. ഇതെല്ലാം ഓവർറൂൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ കേസ് പുട്ടുസ്വാമി. അപ്പൊ നിങ്ങൾ ഓർത്താൽ മതി, അത് പറഞ്ഞിരിക്കുന്നത് ഇത് മാത്രമേ. ഈ കേസിലാണ് എന്താണ് റൈറ്റ് ടു പ്രൈവസിയിൽ എന്താ ഫണ്ടമെന്റൽ റൈറ്റ് ഉള്ളതെന്ന് പറഞ്ഞത്. ആക്ച്വലി സെർച്ച് ആൻഡ് സീഷറിൽ വരുന്ന ഒരു കേസാണ് കേട്ടോ. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻറ്റ്, ദ കൺസെപ്റ്റ് ഓഫ് ക്രീമി ലെയർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ക്രീമി ലെയർ എന്ന് പറയുന്നത്. Was introduced in the Indian jurisprudence by the Supreme Court in which landmark judgment? ഏത് ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റ് വഴിയാണ് ഈ പറയുന്ന ക്രീമി ലെയർ എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണ് കൊണ്ടുവന്നിട്ടുള്ളത്? സി ഇന്ദ്ര ഷോണി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഒരേ ഉള്ളൂ. ഓക്കെ, SR Bomme വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, M Nagaraja വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ആൻഡ് അശോക് കുമാർ ഠാക്കൂർ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഇന്ദ്ര ഷോണി നമ്മുടെ ഫേമസ് മണ്ഡൽ കമ്മീഷൻ കേസ്, ഇമ്പോർട്ടന്റ് ആണ്. മണ്ഡൽ കമ്മീഷൻ കേസ്, ക്രീമി ലെയർ, അതായത് ബാക്ക്വേർഡ് ക്ലാസസിന് റിസർവേഷൻ കൊടുക്കുമ്പോൾ എന്താണ് മോർ ബാക്ക്വേർഡ് ആ ഒരു ക്രീമി ലെയർ ആ ഒരു വേർഡിൽ തന്നെ ഉണ്ട് അതിന്റെ മീനിങ് എന്ന് പറഞ്ഞാൽ. അതായത് കുറച്ചുകൂടി ഫിനാൻഷ്യലി കൂടുതൽ ബാക്ക്വേർഡ് ഉള്ള ആൾക്കാരെ കൊടുത്തിട്ട് കുറച്ചുകൂടി ഫോർവേഡ് അല്ലെ ഫിനാൻഷ്യലി കുറച്ചുകൂടി മുന്നോട്ട് നിൽക്കുന്ന ആൾക്കാരെ എന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം, അതവിടെ പറയുന്നത്. There is 27% reservation for other backward classes. So, however, it introduced and mandated the creamy layers exclusion. The doctrine ensures that more socially and economically and educationally advanced members of backward classes are removed from reservation benefits. അതായത് അഡ്വാൻസ് മെമ്പേഴ്സ് എന്തായിരിക്കണം, ഈ പറയുന്ന സോഷ്യൽ ആൻഡ് എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് ക്ലാസ്സിൽ നിന്ന് കുറച്ചും കൂടി കൂടുതൽ
ബാക്ക്വേർഡ് അല്ലാത്ത ആൾക്കാർ, കാരണം കുറച്ചുകൂടി ഫിനാൻഷ്യലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ എന്തിരിക്കണം, നമ്മൾ റിമൂവ് ചെയ്തിരിക്കണം ഫോർ റിസർവേഷൻ ബെനിഫിറ്റ്, അലോയിങ് അഫർമേറ്റീവ് ആക്ഷൻ ടു റീച്ച് ട്രൂലി ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ട്രൂലി ഡിസഡ്വാൻറ്റേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്താണ് നമുക്ക് റിസർവേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു അഫർമേറ്റീവ് ആക്ഷന്റെ ഭാഗമായിട്ട് ട്രൂലി ഡിസഡ്വാൻറ്റേജ്, കുറെ കൂടി ഡിസേർവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, എന്താണ് കുറെ കൂടി ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ക്രീമി ലെയറിലുള്ള ആൾക്കാർ. ക്രീമി ലെയർ എന്ന് ഉദ്ദേശിക്കുന്ന കുറച്ചും കൂടി ഫിനാൻഷ്യലി എക്കണോമിക്കലി എഡ്യൂക്കേഷണലി സൗണ്ട് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് നമ്മൾ അതിനകത്തുനിന്ന് റിമൂവ് ചെയ്യുക. ഓക്കെ, അതാണ് മണ്ഡൽ കമ്മീഷന്റെ കേസിൽ പറഞ്ഞത്. മണ്ഡൽ കമ്മീഷന്റെ കേസിൽ വേറൊരു കാര്യം പറയുന്നുണ്ട്, 50% റൂൾ. ഇത് ചോദിച്ചിട്ടുണ്ട് 50% റൂൾ, മറ്റേ ക്യാരി ഫോർവേഡ് റൂളില് 50% ക്യാരി ഫോർവേഡ് റൂള്, പിന്നെ 50% റിസർവേഷൻ, അങ്ങനെ കുറച്ച് ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മുടെ മണ്ഡൽ കമ്മീഷന്റെ കേസിനായി ക്യാരി ഫോർവേഡ് റൂളൊക്കെ അടുത്ത ഇതിൽ അമെന്റ്മെന്റിൽ അതൊക്കെ റിപ്പീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത്രയും ഓർത്തിരിക്കുക. മണ്ഡൽ കമ്മീഷൻ കേസ് ആണ്, അല്ലെങ്കിൽ ഇന്ദ്രാ ഷോണി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ് ഇമ്പോർട്ടന്റ് കേസ് ആണ് റിസർവേഷന്റെ കാര്യത്തിൽ. The concept of secularism in Indian constitution was reinforced and clarified in which of the following cases? അതായത് സെക്യുലറിസം നമ്മുടെ ഒരു ഒരു ഫീച്ചർ ആണ്, ബേസിക് സ്ട്രക്ചറിൽ ഒരു ഫീച്ചർ ആണ് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ സെക്യുലറിസം എന്ന് പറഞ്ഞാൽ. അത് ഏത് കേസിലാണ് റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ളത് നോക്കാം. എസ്ആർ ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് കേശവനന്ദ ഭാരതിൽ ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്, ബട്ട് എസ്ആർ ബൊമ്മെ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിലാണ് വീണ്ടും അത് എന്ത് ചെയ്തിരിക്കുന്നത്, റീഇൻഫോഴ്സ് ചെയ്തിട്ടുള്ളത്. എന്താണ് സെക്യുലറിസം ഈസ് ദി ബേസിക് ഫീച്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് എന്ത് ചെയ്യാൻ പറ്റില്ല ഇതിനകത്ത്, ഈ കേസിൽ എന്ന് പറഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ റിലീജിയസ് state government pursuing unsecular politics or acting against the tenets of secularism can face action under 356 presidential rule la adu affect. Okay, the decision formally embedded secularism as a positive principle requiring equal treatment for all religions under constitutional law. നമ്മളൊരു സെക്യുലർ സ്റ്റേറ്റ് ആണ്, എന്താണ് നമുക്കൊരു പ്രത്യേക ഒരു റിലീജിയനോ അങ്ങനെ ഒരു ഇതില്ല, നമ്മൾ സെക്യുലർ ആണ്. ഓക്കെ, അത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക് ഫീച്ചർ ആണ്, ഇറ്റ്സ് എ ബേസിക് സ്ട്രക്ചർ. The next question, doctrine of eclipse was propounded by the Supreme Court in which case? ഏത് കേസിലാണ് doctrine of eclipse എന്ന് പറയുന്ന doctrine സുപ്രീം കോടതി കൊണ്ടുവന്ന് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത്? നമ്മൾ ആർട്ടിക്കിൾ 13 ഒരു കാര്യം പറയുന്നു, അതായത് ഏതെങ്കിലും ഒരു ലോ വിച്ച് ഇൻകൺസിസ്റ്റന്റ്, പാർലമെന്റ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ലോ, പാർലമെന്റ് സ്റ്റേറ്റ് ഉണ്ടാക്കുന്ന ഏതെങ്കിലും ലോ വിച്ച് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ദി പാർട്ട് 3 അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമുക്കത് ഇൻവാലിഡ് ആണ്. ആൻഡ് ടു ദി വോയിഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ദാറ്റ് ഇൻകൺസിസ്റ്റൻസ്, അല്ലെങ്കിൽ ആ ഒരു എക്സ്റ്റെന്റിലാണ് അതെന്താണെന്ന് പറയുന്നത്, ഇൻവാലിഡ് ആണെന്ന് പറയുന്നത്. ആ ഒരു എക്സ്റ്റെന്റിലാണ് ഈ പറഞ്ഞ ഡോക്ട്രിൻസ് എല്ലാം എന്ത് ചെയ്തിട്ടുള്ളത്, സുപ്രീം കോടതി കൊണ്ടുവന്നിട്ടുള്ളത്. സോ വോയിഡ് ടു ദി എക്സ്റ്റെന്റ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, വോയിഡ് ടു ദി എക്സ്റ്റെന്റ് ആണ്. സോ ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആർട്ടിക്കിൾ 13 എന്ന് പറയുന്ന റെട്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് അല്ല, അത് പ്രോസ്പെക്റ്റീവ് ഇഫക്റ്റ് ആണ്. ലൈക്ക് നമ്മുടെ പ്രീ കോൺസ്റ്റിറ്റ്യൂഷണൽ പീരീഡിലുള്ള ലോ ആയിരിക്കും നമ്മൾ വോയിഡ് ആക്കുന്നില്ല, നമുക്കത് ഇപ്പൊ അത് മറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇത് ജസ്റ്റ് നമ്മളൊന്ന് മറഞ്ഞിരിക്കുകയാണ്. ഇൻ കേസ് ഭാവിയിൽ എന്തെങ്കിലും നമ്മൾ അമെന്റ്മെന്റ്സോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇപ്പൊ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന ഈ പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ എന്ത് ചെയ്യാം, നമുക്ക് വാലിഡ് ആക്കാം, കൊണ്ടുവരാൻ പറ്റും. അതാണ് എക്ലിപ്സ് എന്ന് പറയുന്ന ഡോക്ട്രിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ആ ഡോക്ട്രിൻസ് നോക്കാം. സോ ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റേറ്റ് പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോസ് ഇൻകൺസിസ്റ്റന്റ് വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് ഫണ്ടമെന്റൽ റൈറ്റ്സ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസിനോ ഇൻകൺസിസ്റ്റന്റ് ആയിട്ട് നിൽക്കുന്ന പ്രീ കോൺസ്റ്റിറ്റ്യൂഷൻ ലോ, അതായത് കോൺസ്റ്റിറ്റ്യൂഷന് മുമ്പുള്ള, കോൺസ്റ്റിറ്റ്യൂഷൻ കമൻസ് ചെയ്യുന്നതിന് മുൻപുള്ള ലോസ് ഡസ് നോട്ട് ബിക്കം കംപ്ലീറ്റ്ലി ഡെഡ്. നമുക്ക് ഫുള്ളായിട്ട് ഡെഡ് ആയെന്ന് വെച്ചാൽ അതൊരു ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. They simply remain dormant or eclipsed. അതിങ്ങനെ മറഞ്ഞിരിക്കുകയാണ്. ആൻഡ് ബൈ ദ ഫണ്ടമെന്റൽ റൈറ്റ്, നമ്മുടെ ഇപ്പോഴത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടമെന്റൽ റൈറ്റ് പ്രകാരം എന്താണ് അത് മറഞ്ഞിരിക്കുകയാണ്. ഇഫ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ലേറ്റർ റിമൂവ്സ് ഇൻകൺസിസ്റ്റൻസി ദ ലോ ബിക്കം ആക്റ്റീവ് അഗെയിൻ. അതായത് നമ്മൾ ഏതെങ്കിലും അമെന്റ്മെന്റ് പ്രകാരമോ അല്ലെങ്കിൽ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് കൊണ്ടുവരാറുണ്ട്, അങ്ങനെ ഏതെങ്കിലും അമെന്റ്മെന്റ് പ്രകാരം എന്താണ് ഇപ്പൊ പറയുന്നത്, ഇത് കൺസിസ്റ്റന്റ് ആയി വരുവാണെങ്കിൽ, അത് ഇൻകൺസിസ്റ്റന്റ് ഇല്ലാതായി എന്തായാ ഇത് വീണ്ടും വാലിഡ് ആയിരിക്കും. ഓക്കെ, ഈ മറഞ്ഞിരിക്കുന്ന ലോ വീണ്ടും വാലിഡ് ആക്കാൻ പറ്റും. അതാണ് ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വന്ന കേസ് എന്ന് പറഞ്ഞാൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണോ, ബിക്കാച്ചി നരയൻ ദക്രാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്,
ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ദെൻ സജ്ജൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. ഇതെല്ലാം പറയുന്നത് ലോ എന്താണ് ഈ ഗോലക്നാഥ് ശങ്കർ സജ്ജൻ സിംഗിലൊക്കെ നമ്മൾ പറഞ്ഞത് എന്താണ് ഈ പറയുന്ന വാലിഡിറ്റി ഓഫ് ലോ കോൺസ്റ്റിറ്റ്യൂഷന് ശേഷമുള്ള സംഭവമാണ്. സോ ഇത് ബിക്കാച്ചി നരയൻ തക്രാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശിലാണ് ഈ ഒരു ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സിന്റെ കാര്യം കോടതി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സ്റ്റേറ്റ് ഓഫ് മധ്യപ്രദേശ്. ദി ഡോക്ട്രിൻ ഓഫ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ്. പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് നമുക്ക് ഓൾറെഡി എന്താണ് ഒരു ബാലൻസ്ഡ്, ലൈക്ക് ആർക്കൊക്കെ പവർ, യൂണിയനും സ്റ്റേറ്റ് ഗവൺമെന്റ്സിന് ഒരു എന്താ പറയാ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ടെറിട്ടറി അല്ലെങ്കിൽ ഒരു പവർ ഉണ്ട്. നമുക്ക് നോക്കാം. Used to resolve legislative dispute between union and state governments. That is, if a law enacted by one level of government instantly encroaches upon a subject reserved for the other. അതായത് മറ്റൊരാളുടെ സബ്ജക്റ്റിൽ എന്ത് ചെയ്യുന്നു, വേറെ ആൾ ലോ ഉണ്ടാക്കണം, എൻക്രോച്ച് ചെയ്യുവാണെങ്കിൽ ഈ രണ്ട് യൂണിറ്റ്സ് നമ്മൾ എൻക്രോച്ച്മെന്റ് വരുവാണെങ്കിൽ കോർട്ട് ലുക്ക് അറ്റ് ദി ട്രൂ നേച്ചർ ആൻഡ് ദ സബ്സ്റ്റൻസ് ഓഫ് ദി ലോ ടു ഡിറ്റർമിൻ ഇറ്റ്സ് വാലിഡിറ്റി. അതിന്റെ വാലിഡിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ എന്ത് ചെയ്യും കോർട്ട് നോക്കുന്നത് ട്രൂ നേച്ചർ ആൻഡ് ദ സബ്സ്റ്റൻസ് ഓഫ് ദി ലോ ടു ഡിറ്റർമിൻ. എന്ത് ചെയ്യും, ആ വാലിഡിറ്റി ഡിറ്റർമിൻ ചെയ്യാൻ അതിന്റെ സബ്സ്റ്റൻസ് അല്ലെങ്കിൽ നേച്ചർ നോക്കും. ഓക്കെ, അതായത് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ബാലൻസ് ഉണ്ടായിരിക്കും. ലൈക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരാൾ മറ്റൊരാളുടെ ഇതിൽ എൻക്രോച്ച് ചെയ്യാൻ പാടില്ല. അതിനാണ് നമ്മൾ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് കൊണ്ട് പറയുന്നത്. ഓക്കെ, എൻക്രോച്ച്മെന്റ് പാടില്ല. സ്റ്റേറ്റ് ഓഫ് ബോംബെ വേഴ്സസ് FN ബൽസാര, അതാണ് പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എൻക്രോച്ച്മെന്റ് പാടില്ല. ഡിസ്പ്യൂട്ട്സ് ബിറ്റ്വീൻ യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ്സ്, അങ്ങനെ അതായത് മറ്റൊരാളുടെ ലിസ്റ്റിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ സബ്ജക്റ്റിൽ ഒരാൾ ലോ ഉണ്ടാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കോടതി നോക്കുന്നത് നേച്ചർ ആൻഡ് സബ്സ്റ്റൻസ് ആയിരിക്കും ഓഫ് ദ ലോ ടു ഡിറ്റർമിൻസ് വാലിഡിറ്റി. ഓർത്തിരിക്കുക. ദെൻ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി. സെവറബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇഫ് എ സ്പെസിഫിക് പാർട്ട് ഓഫ് എ ലോ വയലേറ്റ്സ് ഫണ്ടമെന്റൽ റൈറ്റ്, അതായത് ഏതെങ്കിലും ലോയുടെ ഒരു ഭാഗം മാത്രമായിരിക്കും ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നെങ്കിൽ only that portion അതെന്ത് ചെയ്യും, നമ്മൾ സ്ട്രക്ക് ഡൗൺ ചെയ്യും. ആ ഒരു പോർഷൻ മാത്രം എന്താണ് സ്ട്രക്ക് ഡൗൺ ചെയ്യും. പ്രൊവൈഡഡ് ദാറ്റ് ദി ഇൻവാലിഡ് പോർഷൻ ക്യാൻ ബി ക്ലീൻലി സെപ്പറേറ്റഡ് ഫ്രം ദി വാലിഡ് പാർട്സ്. അതായത് വാലിഡ് പാർട്ടിൽ നിന്ന് എന്ത് ചെയ്തിരിക്കണം, ഇൻവാലിഡ് പാർട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ലോ മുന്നോട്ട് പോകും. അത് വാലിഡ് ആണ്, ആ ലോൺ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊസീഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ മാത്രമേ ആ ലോ വോയിഡ് ആക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പൊ സെവറബിലിറ്റി പോസിബിൾ ആണെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് വാലിഡ് പോർഷനിൽ നിന്ന് ഇൻവാലിഡ് പോർഷൻ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ആ ഇൻവാലിഡ് പോർഷൻ പോട്ടെ, വാലിഡ് പോർഷൻ എന്ത് ചെയ്യാം, നമുക്ക് പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, അതെവിടെ പറയുന്നത്, പാർട്ട് ഓഫ് എ ലോ അത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റിന് വയലേറ്റ് ആണെങ്കിൽ only that പാർട്ട് മാത്രമായിരിക്കും നമ്മൾ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് സ്ട്രക്ക് ഡൗൺ ചെയ്യുന്നത്. ബാക്കി എന്ത് ചെയ്യും, അത് നമുക്ക് വാലിഡ് പാർട്സ് എന്ത് ചെയ്യും, പ്രൊസീഡ് ചെയ്യാം. ഓക്കെ, ദെൻ ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ ഉദ്ദേശിക്കുന്നത് നമുക്കൊന്നും ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ കഴിയാത്തതൊന്നും നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നേരെ മൂക്ക് പിടിക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനും വളഞ്ഞും മൂക്ക് പിടിക്കാൻ പറ്റത്തില്ല എന്നത്ര ഉദ്ദേശിച്ചാൽ മതി. ഡയറക്റ്റ് ആയിട്ട് ഒരു കാര്യം നിങ്ങൾ ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ട് ആ കാര്യത്തിലേക്ക് എത്താൻ ഒരിക്കലും പറ്റത്തില്ല. അതവിടെ പറയുന്നത് prevents legislature from indirectly achieving what they cannot do directly. അവർക്ക് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റാത്തത് എന്താണ്, അവർക്ക് ഇൻഡയറക്റ്റ് ആയിട്ടും ചെയ്യാൻ പറ്റില്ല. ഇഫ് എ ലെജിസ്ലേച്ചർ ലാക്സ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ ടു മേക്ക് എ ലോ ഓൺ എ സ്പെസിഫിക് സബ്ജക്ട് ഇറ്റ് കനോട്ട് ഡിസ്കൈസ് ദ ലോ ടു മേക്ക് ഇറ്റ് അപ്പിയർ വിത്ത് ഇറ്റ്സ് ജൂറിസ്ഡിക്ഷൻ. എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കാര്യത്തിൽ ലോ ഉണ്ടാക്കരുതെന്ന് പറഞ്ഞാൽ ഉണ്ടാക്കാൻ പാടില്ല. ഡയറക്റ്റ് ആണ്, ഡയറക്ട്ലി പറയുന്നത് ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ശരി ഡിസ്കൈസ് വരുത്തി മറ്റൊരു രീതിയിൽ അത് കൊണ്ടുവരാൻ പാടില്ല. അതാണ് കളറബിൾ ലെജിസ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് ഡോക്ട്രിൻസ് ഓർത്തിരിക്കുക. ഡോക്ട്രിൻ ഓഫ് എക്ലിപ്സ്, പിത്ത് ആൻഡ് സബ്സ്റ്റൻസ്. പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് എന്നത് എൻക്രോച്ച്മെന്റ്, ഈ പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് ആണ് എപ്പോഴും അത് ചോദിക്കുന്നത്. എൻക്രോച്ച്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നാണ് എപ്പോഴും കോടതി നോക്കുന്നത്. പിത്ത് ആൻഡ് സബ്സ്റ്റൻസ് രണ്ടുപേർക്ക് അതൊരു എൻക്രോച്ച്മെന്റ് പാടില്ല. ഓക്കെ, ദെൻ ഡോക്ട്രിൻ ഓഫ് സെവറബിലിറ്റി, ദെൻ ഡോക്ട്രിൻ ഓഫ് കളറബിൾ ലെജിസ്ലേഷൻ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, right to life does not include right to die was held in this case Radhiram versus Union of India, State versus Sanjay Kumar Bhatia, then Chenna Jagadeshwar versus State of Rajasthan, Gyankor versus State of Punjab. മറ്റൊന്നും നോക്കാനില്ല. Gyankor versus അല്ലെങ്കിൽ Gyankor versus State of പഞ്ചാബിലാണ് പറഞ്ഞത്. റൈറ്റ് ടു ഡൈ എന്ന് പറയുന്നത് എന്താണ്, റൈറ്റ് ടു ലൈഫിൽ ഇൻക്ലൂഡഡ് അല്ല. റൈറ്റ് ടു ഡൈ ഇസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ the term right to life. അത് Gyankor versus State of Punjab ആണ്. ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഓർത്തിരിക്കുക കേസ്. Then which of the following writs has been referred to as bulwark of the individual liberty? See, ഇവിടെ ഒരു കേസ് ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. നമ്മുടെ അരുണ ഷാൻബോഗിന്റെ കേസും സ്പെല്ലിംഗ് കുറച്ച് പ്രശ്നമാണ്. നിങ്ങൾ ഓർക്കുക, അരുണ ഷാൻബോഗ്
അതുപോലെ ഇപ്പൊ പുതിയൊരു കേസ് ഉണ്ട്, ഹരീഷ് റാണയുടെ കേസ്. ഹരീഷ് റാണ, ഇതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, പസീവ് യൂത്തനേഷ്യ അപ്ഹോൾഡ് ചെയ്ത കേസുകളാണ്, ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഹരീഷ് റാണയുടെ കേസ് ഇപ്പൊ പുതിയതായിട്ട് റീസെന്റ് കേസ് ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. എന്താണ് ഇത്? നമ്മുടെ ഈ പറഞ്ഞ റൈറ്റ് ടു ലൈഫ് അല്ല. പസീവ് യൂത്തനേഷ്യ എന്ന് പറഞ്ഞാൽ ലിവ് ഡിഗ്നിറ്റി ഉണ്ട്, നമ്മുടെ ഇൻഡിവിജ്വൽ ഡിഗ്നിറ്റിയുടെ ഒരു ഇതിലൊക്കെ വരുന്നതാണ് ഹരീഷ് റാണയും. അതുപോലെ തന്നെ അരുണ ശാംഭോഗിന്റെ കേസും വെജിറ്റേറ്റീവ്, അതറിയില്ല കേസ് നിങ്ങൾക്ക് അറിയില്ല, അരുണ ശാംഭോഗിന്റെ കേസ്. ദെൻ ഹരീഷ് റാണ വേഴ്സസ് യൂണിഫിന്റെ തോന്നുന്നു, അറിയില്ല. സോ ഈ രണ്ട് കേസും ജസ്റ്റ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, then habeas, okay, which of the following writ has been referred to the bulwark of the individual liberty? This ഒന്നുമില്ല, habeas corpus ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, habeas corpus. ലൈക്ക് നമുക്ക് റെസ്റ്റ് ജുഡിക്കേറ്റ് ഒന്നും നമുക്ക് ഇവിടെ ആപ്ലിക്കബിൾ അല്ല habeas corpusൽ. ഓക്കെ, then writ of mandamus എന്താണെന്ന് അറിയാം, ടു ഓർഡർ, ടു ഡു ഓർ നോട്ട് ടു ഡു സംതിങ്, അങ്ങനെ നമ്മൾ ഓർഡർ കൊടുക്കുന്നതാണ്. then co-warrant, to what authority you will the office, അതാണ് co-warrant. ദെൻ സെർഷ്യോറിറ്റി നമ്മൾ ഇൻഫീരിയർ കോർട്ടിന് അല്ലെങ്കിൽ ട്രിബ്യൂണലൊക്കെ പറയുന്നത് നിങ്ങൾ ചെയ്തത് ഒരു ഇറഗുലർ പ്രൊസീഡിങ്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഇതുവരെ സ്റ്റോപ്പ് ചെയ്യുക. ഓക്കെ, ക്വാഷ് ചെയ്യാൻ ഇറഗുലാരിറ്റി ഉണ്ടെങ്കിൽ അത് ക്വാഷ് ചെയ്യുക, അതാണ് സെർഷ്യോറി. ജസ്റ്റ് റിട്ട് 5 റിട്ട് നിങ്ങൾ ഓർത്തിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. Then 16 അല്ല 106 Constitutional Amendment Act is popularly known as which of the following? അതായത് 106 ഇപ്പൊ ഭയങ്കര കൺട്രവേഴ്ഷ്യൽ ഒക്കെ ആയിട്ടുള്ള ഒരു ഇതിന്റെ ഭാഗമായിട്ട് വന്നൊരു അമെന്റ്മെന്റ് നിങ്ങൾക്ക് അറിയാം. സോ ഈ 106 എന്ന് പറയുന്ന അമെന്റ്മെന്റിൽ എന്ത് പേരിലാണ് അറിയപ്പെടുന്നതാണ് ചോദ്യം. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അല്ല, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആക്ട് അല്ല, അത് നമ്മൾ 101 പഠിക്കുന്നുണ്ട്. ദെൻ നാരി ശക്തി വന്ദൻ അധിനിയം. യെസ്, നാരി ശക്തി വന്ദൻ അധിനിയം, അതായത് എന്താണ് വിമന് 33% റിസർവേഷൻ, 33% reservation in Lok Sabha and state legislative assemblies. State legislative assemblies ന് 33% റിസർവേഷൻ കൊടുക്കുന്ന പരിപാടിയാണത് 106 അമെന്റ്മെന്റ്. എന്താണ്? നാരി ശക്തി വന്ദൻ അധിനിയം. ഓക്കെ, then which of the following statements about money bill is incorrect? money billന്റെ പറ്റിൽ ഏത് following statement ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് നോക്കാം. It can only be introduced in Lok Sabha. ലോക്സഭയിലാണോ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഇറ്റ് റിക്വയർസ് എ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റിന്റെ പ്രയർ റെക്കമെൻഡേഷൻ വേണം. ദി രാജ്യസഭ ക്യാൻ റിജക്ട് എ മണി ബിൽ. അതുപോലെ സ്പീക്കർ ഓഫ് ദി ലോക്സഭ ഹാസ് ദി ഫൈനൽ അതോറിറ്റി ടു ഡിസൈഡ് വെദർ എ ബിൽ ഇസ് എ മണി ബിൽ ഓർ നോട്ട്. നോക്കാം, അതായത് ഇറ്റ് ക്യാൻ ഓൺലി ബി ഇൻട്രൊഡ്യൂസ് ഇൻ ലോക്സഭ, അത് ലോക്സഭയിൽ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇറ്റ് ക്യാൻ ഓൺലി ബി ഇൻട്രൊഡ്യൂസ് ഇൻ ലോക്സഭ. കറക്റ്റ് അല്ലേ? കാരണം നമ്മൾ പറയുന്നുണ്ട് രാജ്യസഭയിൽ എന്താണ് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് 109 പ്രകാരം പറയുന്നുണ്ട് ആർട്ടിക്കിൾ. ഇറ്റ് റിക്വയർസ് എ പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ് പ്രയർ റെക്കമെൻഡേഷൻ വേണം. കറക്റ്റ് ആണ്, കാരണം മണി ബില്ലിന് എന്താണ് 110 പ്രകാരമുള്ള എല്ലാ ഫിനാൻഷ്യൽ ബില്ലിനും അത് മൂവ് ചെയ്യണമെങ്കിൽ അത് എന്ത് ചെയ്തിരിക്കണം? റെക്കമെൻഡേഷൻ ഓഫ് ദി പ്രസിഡന്റ്, പ്രയർ റെക്കമെൻഡേഷൻ ഓഫ് പ്രസിഡന്റ് മാൻഡേറ്ററി ആണ്. രാജ്യസഭ ക്യാൻ റിജക്ട് എ ബിൽ, തെറ്റാണ്. ഓക്കെ, രാജ്യസഭയ്ക്ക് എന്തെയും റിജക്ട് ബിൽ, നോട്ട് റിജക്ട് മണി ബിൽ ചെയ്യാൻ പറ്റത്തില്ല. ദ സ്പീക്കർ ഓഫ് ലോക്സഭ ഹാസ് എ ഫൈനൽ അതോറിറ്റി ടു ഡിസൈഡ് വെദർ എ ബിൽ ഇസ് എ മണി ബിൽ ഓർ നോട്ട്. കറക്റ്റ് അല്ലേ? അതായത് ഒരു ബില്ല് മണി ബില്ലാണോ ഇല്ലയോ എന്നുള്ള ലോക്സഭയുടെ ഡിസിഷൻ എന്ന് പറയുന്നത് ഫൈനൽ ആയിരിക്കും. ഓക്കെ, ലോക്സഭ ആയിരിക്കും ഡിസൈഡ് ചെയ്യുന്ന ആ ഡിസിഷൻ എന്ന് പറയുന്നത് ഫൈനൽ ആയിരിക്കും. ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഓർത്തിരിക്കുക. അപ്പൊ ഇതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ക്ലോസ് സി മാത്രമാണ്. ഓക്കെ, ഇനി നിങ്ങൾ ഓർക്കുക 109 വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ലോക്സഭ മണി ബിൽ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് രാജ്യസഭയിലേക്ക് പോകുന്നുണ്ട്. ഒരു 14 days ടൈം പീരീഡ് കൊടുക്കുന്നുണ്ട്. 14 days എന്തിരിക്കണം? അവർ അപ്രൂവ് ചെയ്തിട്ടുണ്ടെങ്കിൽ 40 daysനുള്ളിൽ തിരിച്ച് ലോക്സഭയിലേക്ക് പോകണം, ബില്ല് പാസ്സാവും. പക്ഷേ ഇൻ കേസ് ഈ പറയുന്ന എന്തെങ്കിലും അമെന്റ്മെന്റ്സോ കാര്യങ്ങളോ മറ്റോ ഉണ്ടെങ്കിലും എന്ത് ചെയ്യാം? കൊടുക്കാം. അമെന്റ്മെന്റ്സ് അക്സെപ്റ്റ് ചെയ്യുകയോ റിജക്ട് ചെയ്യുക അതൊക്കെ ലോക്സഭയുടെ ഡിസിഷൻ ആണ്. അതുപോലെ തന്നെ ഈ 14 daysനുള്ളിൽ അപ്രൂവ് ചെയ്തില്ല, ഒന്നും ചെയ്യില്ല, ബില്ല് തിരിച്ചു വന്നില്ലെങ്കിലും എന്താണ് നമ്മൾ ഡീം ചെയ്യുന്നത്? ഈ ബില്ല് പാസ് ആയതായിട്ട് തന്നെ കണക്കാക്കും. ഓക്കെ, ബില്ല് പാസ് ആയതായിട്ട് തന്നെ ഡീം ചെയ്ത് ഇമ്പോർട്ടന്റ് ആണ് 109. ദെൻ 110 മണി ബില്ല് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ബില്ലൊക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് 110 വാട്ട് ഈസ് എ മണി ബിൽ. ഓക്കെ, അത് 110 ഓർത്തിരിക്കുക. അതുപോലെ 108 വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്.
108 ജോയിന്റ് സിറ്റിങ്ങിനെ പറ്റി പറയുന്നുണ്ട്. അതായത് പ്രസിഡന്റിന് എന്ത് ചെയ്യാം ഇൻ കേസ് ഒരു ബില്ല് ഒരു ഹൗസ് പാസ്സായി മറ്റേ ഹൗസ് റിജക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പാസ്സായിട്ടില്ലെങ്കിലോ അല്ലെങ്കിൽ എന്താണ് അമെന്റ്മെന്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അതെന്തെങ്കിലും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല ഒന്നും അപ്രൂവ് ചെയ്തിട്ടില്ല. തേർഡ് എന്ന് പറയുന്ന ഒരു എലമെന്റ് എന്ന് പറയുന്നത് 6 months ഓൾറെഡി പാസ് ആയിട്ടുണ്ട്. ഐ മീൻ 6 months കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു ലാപ്സ് ആയിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യാം ഈ പറയുന്ന പ്രസിഡന്റിന് 2 ഹൗസസിനും വേണ്ടിയിട്ട് ഒരു ജോയിന്റ് സിറ്റിംഗ് വിളിക്കാൻ പറ്റും. അതാണ് 108 പറയുന്നത്. ജോയിന്റ് സിറ്റിംഗ് ആണ് 108 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ജോയിന്റ് സിറ്റിംഗ് കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ ഓക്കെ ഇനി അതിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. 108, 109, 110 ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ജോയിന്റ് സിറ്റിംഗ്, മണി ബില്ലിൻ ഡെഫിനിഷൻ, പിന്നെ ഈ പറയുന്ന പ്രൊസീജിയേഴ്സ്. ഓക്കെ, മണി ബിൽ. ദെൻ നമുക്കിനി അമെന്റ്മെന്റിലേക്ക് പോവാം. അമെന്റ്മെന്റും കൂടെ ഉള്ളൂ ഇനി നോക്കാൻ. നമുക്ക് അതുകൂടെ നോക്കിയിട്ട് പോകാൻ കുറച്ച് ഇമ്പോർട്ടന്റ് ആണ് അതിനകത്ത് കേസസും അമെന്റ്മെന്റ്സും എല്ലാം നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ റീസെന്റ് അമെന്റ്മെന്റ്സ് നോക്കണം. അതായത് 101, 12, ഓക്കെ 13, 103, 12 മീൻസ് 102, 103 മറ്റേ EWSന്റെ കാര്യം പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നോക്കി വേണം. 105, 106 ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് എന്തായാലും നോക്കിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് അമെന്റ്മെന്റിലേക്ക് പോകാം. ഓക്കെ, അമെന്റ്മെന്റ് അതുകൂടെ എടുത്തിട്ട് നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അമെന്റ്മെന്റ് കൊണ്ടുവന്നത് 1951 ഓക്കെ, ഫസ്റ്റ് അമെന്റ്മെന്റ് 1951 അതിന് മുന്നേ നിങ്ങൾ ലാൻഡ് റിഫോംസ് ആക്ട് ഒക്കെ ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഈ 1951 അമെന്റ്മെന്റ് കൊണ്ടുവരുന്നതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ചെമ്പകം ദുരൈരാജന്റെ കേസ് നിങ്ങൾ കേട്ടുണ്ടായിരിക്കും. ചെമ്പകം ദുരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസ്. ചെമ്പകം ദുരൈരാജൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്ന് പറയുന്ന കേസ് എന്ന് പറഞ്ഞാൽ അതിൽ കാസ്റ്റ് ബേസ്ഡ് റിസർവേഷൻ അല്ലെങ്കിൽ റിലീജിയൻ ബേസ്ഡ് റിസർവേഷൻ സ്ട്രക്ക് ഡൗൺ ചെയ്തൊരു കേസാണ് ചെമ്പകം ദുരൈരാജന്റെ കേസ്. ആ കേസിനെയും കൂടി ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 1951 എന്ത് ഫസ്റ്റ് അമെന്റ്മെന്റ് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അതായത് അതിനകത്ത് എന്ത് ചെയ്തു 15 Clause 4 കൊണ്ടുവന്നിട്ടുണ്ട്. 15 Clause 4 അതുപോലെ തന്നെ ഈ പറയുന്ന റിസർവേഷന്റെ ഒക്കെ ബേസ്ഡ് 15 Clause 4 നമ്മുടെ ആർട്ടിക്കിൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ടുവന്നിട്ടുണ്ട്. നെക്സ്റ്റ് പിന്നെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു നയൻത് സ്കെഡ്യൂളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്ത് ലോ ആണെങ്കിലും 9th സ്കെഡ്യൂൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് ജുഡീഷ്യൽ റിവ്യൂ പോസിബിൾ അല്ല, ജുഡീഷ്യറിക്ക് അത് റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് 9th സ്കെഡ്യൂളിന്റെ പ്രത്യേകത. അപ്പൊ എന്ത് ചെയ്യണം, നമ്മൾ ലാൻഡ് റിഫോംസ് ആക്ട് ഒക്കെ ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് പറ്റത്തില്ല, അത് പിന്നെ ജുഡീഷ്യറിക്ക് റിവ്യൂ ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ 9th സ്കെഡ്യൂളിന്റെ ആരെ ഓർത്തിരിക്കുക, 15 Clause 4 ഫസ്റ്റ് അമെന്റ്മെന്റ്. ഓക്കെ, ഇതിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് വന്ന ഫസ്റ്റ് കേസ് ആണ് ശങ്കരി പ്രസാദിന്റെ കേസ്. ശങ്കരി പ്രസാദ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഈ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, 91st അമെന്റ്മെന്റിന് ചലഞ്ച് ചെയ്തു. അതായത് ലാൻഡ് റിഫോംസ് ആക്ട് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസിന് എഗെയിൻസ്റ്റ് ആണ്. അതിനെ ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് വന്നതാണ്. അതുകൊണ്ട് തന്നെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കേസിൽ കോടതി പറഞ്ഞെന്ന് പറഞ്ഞാല് ലോ എന്ന് പറയുന്ന ടേമില് അമെന്റ്മെന്റ് ഇൻക്ലൂഡഡ് അല്ല. ഓക്കെ, അമെന്റ്മെന്റ് എന്ന് പറയുന്ന സാധനം ലോ എന്ന് പറയുന്ന ടേമിൽ ഇൻക്ലൂഡ് അല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, വന്ന അമെന്റ്മെന്റ് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല, 13 പ്രകാരം നമുക്ക് എന്തില്ല അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ സജ്ജൻ സിംഗിന്റെ കേസാണ്. സജ്ജൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. ഓക്കെ, സജ്ജൻ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാനിലും വേറെ ഒന്നും പറഞ്ഞില്ല, ശങ്കരി പ്രസാദിന്റെ പറഞ്ഞ കാര്യം സെയിം ആയിട്ട് റീറ്ററേറ്റ് ചെയ്ത് മാത്രമേ ഉള്ളൂ സജ്ജൻ സിംഗിന്റെ കേസ്. നെക്സ്റ്റ് കേസ് അനദർ ഇമ്പോർട്ടന്റ് കേസ് ആണ് ഗോലക്നാഥിന്റെ കേസ്. ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്. ആക്ച്വലി ഞാൻ ആദ്യമേ ഇത് യൂണിയൻ ഓഫ് ഇന്ത്യ ആയിട്ടാണ് എപ്പോഴും അത് വായിച്ചിട്ടുണ്ടായിരുന്നത്. ഗോലക്നാഥ് വേഴ്സസ് യൂണിയൻ പറയാനൊരു ഗുമ്പില്ലായിരുന്നു. പക്ഷെ ഇല്ല, ഇത് ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ആണ്. ഗോലക്നാഥ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ എന്ന് പറഞ്ഞാൽ തിരിച്ചു പറഞ്ഞു, അതായത് ഈ പറയുന്ന 2 കേസും ഓവർറൂൾ ചെയ്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു ലോയിൽ എന്താണ് അമെന്റ്മെന്റും ഉണ്ട്. ഓക്കെ, ലോയിൽ അമെന്റ്മെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു അമെന്റ്മെന്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻസ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് വരാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് പറഞ്ഞു ഗോലക്നാഥില്. ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് വന്നൊരു അമെന്റ്മെന്റ് ആണ് 24th അമെന്റ്മെന്റ്. 24th അമെന്റ്മെന്റിൽ പറഞ്ഞു 13 പറയുന്ന ഒരു കാര്യങ്ങളും എന്താണ്, നമ്മൾ ആർട്ടിക്കിൾ 368 പ്രകാരം ഉണ്ടാക്കുന്ന അമെന്റ്മെന്റിനൊന്നും ബാധകമല്ല. അതായത് ലോ എന്ന് പറയുന്ന സാധനം അത് ലോ എന്താണ്, അമെന്റ്മെന്റ് ഒന്നും ലോ അല്ല, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അമെന്റ്മെന്റ് എന്ന് പറയുന്ന ടേം ലോയിൽ ഇൻക്ലൂഡഡ് അല്ല. 24th അമെന്റ്മെന്റ് പ്രകാരം അത് വന്നു. എന്നിട്ട് എന്ത് ചെയ്തു, ഇതിന് ശേഷം വന്ന കേസാണ് നമ്മുടെ കേശവനന്ദ ഭാരതിയുടെ കേസ്. 24th അമെന്റ്മെന്റിന് ശേഷം വന്ന കേസാണ് കേശവനന്ദ ഭാരതി. ഒരു
ഭംഗിക്ക് വേണ്ടിയാണ് കേശവാനന്ദ ഭാരതി വാസ് എ സ്റ്റേറ്റ് ഓഫ് കേരള. ഇമ്പോർട്ടന്റ് കേസ് ആണ്. ഇതറിയാതെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, കേശവാനന്ദ ഭാരതി വാസ് എ സ്റ്റേറ്റ് ഓഫ് കേരള. 1973 ഇത് ഡേറ്റ് കൂടെ ഓർത്ത് വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. 1973 13 ജഡ്ജസ് ഉള്ള ഒരു ബെഞ്ചിന്റെ ആണ്. ലൈക്ക് എന്താ പറയുക, അത്രയും ലോങ് സ്ട്രെങ്ത് ആണ്. കേശവാനന്ദ ഭാരതി വാസ് എ സ്റ്റേറ്റ് ഓഫ് കേരള. ഇതിൽ എന്താ പറഞ്ഞ, ഇതിൽ കോടതി ഓവർറൂൾ ജസ്റ്റ് ഗോലക്നാഥനെ ഓവർറൂൾ ചെയ്തുകൊണ്ട് പറഞ്ഞു ഇത് ഓക്കെ, അതായത് നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റിനെ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫണ്ടമെന്റൽ റൈറ്റിനെ അബ്രിഡ്ജ് ചെയ്യാം, അതായത് വയലേറ്റ് ചെയ്യാം. പക്ഷെ ഈ പറയുന്ന ലോസ് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ബേസിക് സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ വയലേറ്റ് ചെയ്യാൻ പാടില്ല. അതായത് അമെന്റ്മെന്റ് എന്ന് പറയുന്നത്, അമെന്റ്മെന്റ് കൊണ്ടുവരാം, അത് ഫണ്ടമെന്റൽ റൈറ്റിനെ വയലേറ്റ് ചെയ്യാം. പക്ഷെ ഈ വയലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സ്ട്രക്ചറിനെ ആവാൻ പാടില്ല. ബേസിക് സ്ട്രക്ചർ തിയറി വന്നത് കേശവാനന്ദ ഭാരതിയിലാണ്. എന്ത് ചെയ്യാം, നമുക്ക് അമെന്റ്മെന്റ് കൊണ്ടുവരാം, പക്ഷെ അതൊന്നും ബേസിക് സ്ട്രക്ചറിനെ വയലേറ്റ് ചെയ്തുകൊണ്ട് ആവരുത്. അതാണ് കേശവാനന്ദ ഭാരതി വാസ് എ സ്റ്റേറ്റ് ഓഫ് കേരള. ബേസിക് ഫീച്ചേഴ്സ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ കുറെ കാര്യങ്ങൾ, സെക്യുലറിസം, ജുഡീഷ്യൽ റിവ്യൂ, അങ്ങനെ കുറെ കാര്യങ്ങൾ കേശവാനന്ദ ഭാരതിയിൽ പറയുന്നുണ്ട്. ഓക്കെ, അതാണ് കേശവാനന്ദ ഭാരതി വാസ് എ സ്റ്റേറ്റ് ഓഫ് കേരളയുടെ കേസ്. നെക്സ്റ്റ് എന്ത് ചെയ്തു, 29th അമെന്റ്മെന്റ് പ്രകാരം അവർ ഈ ലാൻഡ് റിഫോംസ് ലോ എല്ലാം കൂടെ എന്ത് ചെയ്തു, 9th സ്കെഡ്യൂളിൽ കൊണ്ടിട്ടു. ഓക്കെ, നെക്സ്റ്റ് വന്ന അമെന്റ്മെന്റ് ആണ് 42nd അമെന്റ്മെന്റ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് അമെന്റ്മെന്റ് 42nd അമെന്റ്മെന്റിന് പകരം 39 ഓക്കെ 39 അമെന്റ്മെന്റ് നോക്കാം. 39th അമെന്റ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അതായത് ഇലക്ഷൻ ഓഫ് ദി പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ഇതൊക്കെ എന്താണ്, ജുഡീഷ്യൽ റിവ്യൂ പറ്റത്തില്ല എന്ന് പറഞ്ഞാണ് 39th അമെന്റ്മെന്റ്. ഇന്ദിരാഗാന്ധി ഗവൺമെന്റിന്റെ അമെന്റ്മെന്റ് ആണ്. ആക്ച്വലി എന്ത് ചെയ്തു, ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നരേനില്, ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നരേന്റെ കേസിൽ എന്ത് ചെയ്തു, ഈ അമെന്റ്മെന്റ് കോടതി ഈ അമെന്റ്മെന്റ് ചലഞ്ച് ചെയ്തു. അതിൽ കോടതി പറഞ്ഞു ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ബേസിക് ഫീച്ചർ ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ബേസിക്. അപ്പൊ അതെന്ത് ചെയ്തു, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസിക് സ്ട്രക്ചറിനെ അത് വയലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഈ അമെന്റ്മെന്റ് വോയിഡ് ആണ്. ഓക്കെ, വോയിഡ്. അതാണ് ഇന്ദിരാഗാന്ധി വേഴ്സസ് രാജ് നരേനിൽ പറഞ്ഞത്. ദെൻ 42nd അമെന്റ്മെന്റ് എന്ന് പറഞ്ഞൊരു മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മുടെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിന്റെ കാര്യം. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ സബോർഡിനേറ്റ് ആണെന്നുള്ള രീതിയിൽ വന്നു. അതായത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഫണ്ടമെന്റൽ റൈറ്റ്സ് കേർട്ടീൽ ചെയ്യാം. ഓക്കെ, അതാണ് 42nd അമെന്റ്മെന്റിൽ വന്നത്. അതുപോലെ നമ്മുടെ സെക്യുലർ, സോഷ്യലിസ്റ്റ് ഒക്കെ ഇത് കൊണ്ടുവന്നതൊക്കെ എന്താണ്, ഈ പറയുന്ന 42nd അമെന്റ്മെന്റ് പ്രകാരമാണ്. ഇന്റഗ്രിറ്റി ഈ ഒരു വേർഡ് കൊണ്ടുവന്നത് നമ്മുടെ 42nd അമെന്റ്മെന്റ് പ്രകാരമാണ്. ഓക്കെ, അത് ഓർത്തിരിക്കുക. 42nd അമെന്റ്മെന്റ് അതുപോലെ ഒരു ബ്ലാങ്കറ്റ് പവർ, അതായത് പാർലമെന്റിന് ബ്ലാങ്കറ്റ് പവർ കൊടുക്കുന്നുണ്ട്. എനി പാർട്ട്, കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് പാർട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അമെന്റ് ചെയ്യാനുള്ള ഒരു ബ്ലാങ്കറ്റ് പവർ ആണ് 42nd അമെന്റ്മെന്റ് പ്രകാരം കൊണ്ടുവന്നത്. അതെന്ത് ചെയ്തു, നമ്മുടെ മിനർവ മിൽസിൽ അത് വയലേറ്റ് ചെയ്തു. മിനർവ മിൽസിൽ അത് ചലഞ്ച് ചെയ്തു. മിനർവ മിൽസ് കേസ് എന്ന് ഓർത്താൽ മതി. ഓക്കെ, മിനർവ മിൽസിന്റെ കേസ്, മിനർവ മിൽസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസിൽ അത് 42nd അമെന്റ്മെന്റ് ചലഞ്ച് ചെയ്തുകൊണ്ട് പറഞ്ഞു, 42nd അമെന്റ്മെന്റിൽ നമ്മൾ ഈ പറഞ്ഞ ഫണ്ടമെന്റൽ റൈറ്റും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് രണ്ടും എന്താണ്, ഒന്നിനോടൊന്ന് സബോർഡിനേറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടും കോംപ്ലിമെന്ററി ആൻഡ് സപ്ലിമെന്ററി ടു ഈച്ച് അതർ ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് ഇറ്റ്സ് വൺ ഓഫ് ദി ബേസിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ, അതുകൊണ്ട് തന്നെ ബ്ലാങ്കറ്റ് പവർ, വിത്തൗട്ട് കോർട്ട് ക്വസ്റ്റ്യൻ ചെയ്തൊരു ബ്ലാങ്കറ്റ് പവർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ പറയുന്ന പാർലമെന്റിന് കൊടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ കേസാണ് മിനർവ മിൽസ്. ദെൻ വാമൻ റാവുവിന്റെ കേസ് ഇമ്പോർട്ടന്റ് ആവുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഈ പറയുന്ന കേശവാനന്ദ ഭാരതി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന കേസ് ഒരു ബെഞ്ച് മാർക്ക് ആയിട്ട് എടുത്തുകൊണ്ട് വാമൻ റാവുവിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ 1973 മുന്നേ, അതായത് കേശവാനന്ദ ഭാരതിക്ക് മുന്നേ ഏതൊക്കെ ലോസ് 9th സ്കെഡ്യൂൾ ഇട്ടിട്ടുണ്ടോ അതിനൊന്നും ജുഡീഷ്യൽ റിവ്യൂ പറ്റത്തില്ല. ഓക്കെ, അതായത് 1973 മുന്നേ ഏതൊക്കെ കേസ് നമ്മുടെ ഏതൊക്കെ ആക്ടിൽ 9th സ്കെഡ്യൂളിൽ വന്നിട്ടുണ്ട് എങ്കിൽ അതൊന്നും ജുഡീഷ്യൽ റിവ്യൂ പറ്റത്തില്ല. ആഫ്റ്റർ 1973 അല്ലെങ്കിൽ ആഫ്റ്റർ കേശവാനന്ദ ഭാരതി ഏതെങ്കിലും ലോസ് 9th സ്കെഡ്യൂൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ലോസ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ജുഡീഷ്യൽ റിവ്യൂ പറ്റത്തുള്ളൂ. അതാണ് വാമൻ റാവുല് പറഞ്ഞത്.
നമ്മുടെ കേശവനന്ദ ഭാരതി ഒരു ബെഞ്ച് മാർക്കായിട്ട് എടുത്തുകൊണ്ട് വന്ന ഡിസിഷൻ ആണ് വാമൻ റാവു വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ്. ഓർത്തിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. 1973 മുന്നേ ഉള്ള ലോസ് ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ജുഡീഷ്യൽ റിവ്യൂ പറ്റത്തില്ല, കാരണം അത് ഓൾറെഡി 90 സ്കെഡ്യൂൾ ഉണ്ട്. എന്നാൽ 1973 ശേഷം വരുന്ന ഏതൊരു ലോ ആണെങ്കിൽ ഈവൻ ഇറ്റ് ഈസ് പുട്ട് എന്താണ് നമ്മുടെ 90 സ്കെഡ്യൂൾ ഇട്ടിട്ടുണ്ടെങ്കിൽ എന്താണ് അത് ജുഡീഷ്യൽ റിവ്യൂ പറ്റും. ജുഡീഷ്യൽ റിവ്യൂ ഇസ് വൺ ഓഫ് ദി ബേസിക് ഫീച്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, വാമൻ റാവു ഓർത്തിരിക്കുക. ദെൻ ഹിഹോട്ടോ ഹോളമൻ വേഴ്സസ് സക്കിലുവിന്റെ കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഹിഹോട്ടോ ഹോളമൻ വേഴ്സസ് സക്കിലു. സ്പെല്ലിംഗ് ഇതാണെന്നുള്ളത് എനിക്ക് ഉറപ്പില്ല. ഓക്കെ, ഹിഹോട്ടോ ഹോളമൻസ് വേഴ്സസ് സക്കിലു. അതിൽ ഇമ്പോർട്ടൻ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അമെന്റ് 52nd അമെന്റ്മെന്റ് ആണ്. 52nd അമെന്റ്മെന്റ് ആന്റി ഡിഫെക്ഷൻ ലോസിന്റെ പ്രൊവിഷൻസ്, അതായത് ലൈക്ക് എന്താ പറയാ, ഡിഫെക്ഷൻ 52nd അമെന്റ്മെന്റ് ആന്റി ഡിഫെക്ഷൻ ലോസ് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. 10th സ്കെഡ്യൂളും ആന്റി ഡിഫെക്ഷൻ ലോസും 52nd അമെന്റ്മെന്റ് ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് മെമ്പേഴ്സ്, ഇത് അത്ര ഓർത്തിരുന്നാൽ മതി. 10th സ്കെഡ്യൂൾ 52nd അമെന്റ്മെന്റ് അത് വന്ന കേസ് ആണ് ഹിഹോട്ടോ ഹോളമൻ വേഴ്സസ് സക്കിലുവിന്റെ കേസ്. ഓക്കെ, അപ്പോൾ ഏകദേശം പിന്നെ ഐ ആർ കോയിലോ വേഴ്സസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് ഐ ആർ കോയിലോ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തമിഴ്നാടുവിന്റെ കേസ്. ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് നമ്മുടെ ഈ പറയുന്ന അമെൻഡിങ് പവർ ഓഫ് പാർലമെന്റിൽ വരുന്ന അത്യാവശ്യം ഇമ്പോർട്ടന്റ് കേസുകളും അമെൻഡ്മെന്റും. ഇതിനുശേഷം അമെൻഡ്മെന്റ്സ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുള്ള 77th അമെൻഡ്മെന്റ്, 81st അമെൻഡ്മെന്റ്, ഇതൊക്കെ നമ്മുടെ റിസർവേഷനെ സംബന്ധിച്ചാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്, അതൊക്കെ നോക്കണം. 77th, 81st, 85th അമെൻഡ്മെന്റ്, അതുപോലെ 91st അമെൻഡ്മെന്റ്, ഞാൻ പറഞ്ഞ 15% റിസർവേഷന്റെ കാര്യം. പിന്നെ നമ്മുടെ 101, 102, 103, 104, 105, 106 അമെൻഡ്മെന്റ്. ഓക്കെ, ഇത് ഇത്രയും പഠിച്ചിരിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അമെൻഡ്മെന്റ് നോക്കാതെ പോരും. നിങ്ങൾക്ക് സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഉണ്ട് അമെൻഡ്മെന്റിൽ, സിലബസിൽ കൊടുത്തിട്ടുണ്ട്. അമെൻഡ്മെന്റ് കേസ് ഓർത്തിരിക്കുക. കേസ് എല്ലാം ചോദിക്കും. ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ പറ്റുന്ന കേസ് എന്ന് പറഞ്ഞാൽ കേശവനന്ദ ഭാരതി, അതുപോലെ മിനർവ മിൽസിന്റെ കേസ്, വാമൻ റാവു, ദെൻ ഗോലക്നാഥ്, ഇമ്പോർട്ടന്റ് ആണ് ഗോലക്നാഥിന്റെ കേസൊക്കെ. ഓക്കെ, അപ്പോൾ ഹോപ്പ് നിങ്ങൾക്ക് ഏകദേശം കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലിയർ ആയെന്ന് ഞാൻ, ക്ലിയർ മീൻസ് ഒരൊറ്റ ഈ ഒരു ഇതുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം പഠിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ഏകദേശം എന്തെങ്കിലുമൊക്കെ ക്ലിക്ക് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ നന്നായിട്ട് ബെയറാക്ട് വായിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കുറേ സെക്ഷൻസ് നമ്മൾ ഇപ്പോഴും ഇനിയും നമുക്ക് നോക്കാനുണ്ട്. മറ്റേ ഇലക്ഷൻ കമ്മീഷന്റെ, അതുപോലെ തന്നെ അറ്റോർണി ജനറൽ, അതൊക്കെ സെക്ഷൻസ് ആർട്ടിക്കിൾസ് നിങ്ങൾ വായിച്ചു വെക്കുക. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ചിലപ്പോൾ ഇതിനകത്തൊന്നും എങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല. ബെയറാക്ട് നന്നായിട്ട് വായിക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് വായിക്കുക, ബെയറാക്ട് വായിക്കുക. പിന്നെ ഇനി കേസുകളൊക്കെ ഓർത്തിരിക്കുക. പിന്നെ റീസെന്റ് ആയിട്ട് വരുന്ന സുപ്രീം കോടതി ജഡ്ജ്മെന്റ്, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നോക്കി വെക്കുക. ചിലപ്പം അങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ ഞാൻ നിങ്ങൾക്ക് എക്സാം ഇടുമ്പോൾ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ട് ഞാൻ എക്സാമിനിടാം. ഓക്കെ,